ക്രോസ് മീഡിയ ടോക്കിൽ ഇന്ന് നമ്മോട് കൂടെയുള്ളത് ES തോമസ് സാറാണ്. ES തോമസ് സാറെ സ്വാഗതം. സാറ് പലപ്പോഴും സാറിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ, സുവിശേഷ വേലയിൽ ഒരു ഒറ്റയാനെ പോലെ നിൽക്കുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ സമയങ്ങളിലുള്ള സാറിൻ്റെ പ്രവർത്തനങ്ങളും അങ്ങനെ കാണുന്നു. എന്താണ് അതിനൊരു കാരണം? ഞാൻ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ച കാലം മുതൽ നേരെ പോ പ്രവർത്തിക്കാനാണ്. അതായത് ആരെന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും ദൈവവചനം എന്ത് പറയുന്നു, എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നൊരു സ്വഭാവം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വേദപുസ്തകം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നോഹയുടെ കാലത്ത് നോഹ ഒറ്റയ്ക്കായിരുന്നു, അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം ഒറ്റയ്ക്കായിരുന്നു, യോസേഫ് ഒറ്റയ്ക്കാണ് മിസ്രൈമിൽ നിന്ന്, മോശെ ഒറ്റയ്ക്കാണ് ഒരു ജനത്തെ നയിച്ചത്. ജീവിതത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഒരു വിഗ്രഹാരാധന പിന്മാറ്റ കാലഘട്ടത്തിൽ ഏലിയാവ് ഒറ്റയാനായിട്ടാണ് ഇതിനുള്ളത്. യോഹന്നാൻ സ്നാപകൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികൾക്ക് അനുകൂലമല്ലാതെ നമ്മൾ 100% ദൈവനപ്രകാരം മാത്രമേ പോവുകയുള്ളൂ. ഉപദേശത്തിൻ്റെയും പ്രായോഗിക അടിസ്ഥാനത്തിൽ ജീവിതവും ഉപദേശവും ഒരുപോലെയാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്ന് കൂടുതൽ കാലഘട്ടങ്ങളിലും എനിക്ക് അധികം ആളുകളോടും വലിയ സഹകരണമൊന്നും പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ആ പാഠശാലയിൽ, അതായത് ഈ ഏകാന്തതയുടെ പാഠശാലയിൽ ദൈവവചനം അഭ്യസിച്ച് അത് ഒറ്റയ്ക്കെന്ന് പറയുന്നതിനും എനിക്ക് അസാമാന്യമായൊരു ധൈര്യവും ഒരു നടത്തിപ്പും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? സുവിശേഷ വേലയ്ക്കായിട്ട് തീരുമാനമെടുത്തത് എങ്ങനെയാണ്? ഞാൻ രക്ഷിക്കപ്പെട്ടത് വാസ്തവത്തിൽ എൻ്റെ 9ാമത്തെ വയസ്സിലാണ്. ഒരു മാർത്തോമ സഭാ വിശ്വാസിയായിരുന്ന ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ, ഹൈസ്കൂൾ അധ്യാപകനും സൺഡേ സ്കൂൾ അധ്യാപകനുമായിരുന്നു. അദ്ദേഹം കർത്താവായ യേശുവിനെ ഒരു വ്യക്തി രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് വൈകിട്ട് ഒരു ക്ലാസ്, ആ ക്ലാസ് എടുത്ത് പറഞ്ഞാൽ 27 യുവതി യുവാക്കന്മാരെ, കൊച്ചു കുഞ്ഞുങ്ങളാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ സ്പർശിക്കപ്പെട്ടവരായി യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചു. ഞാനത് കഴിഞ്ഞു എൻ്റെ SLC ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ ഒരു ദിവസം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം വായിച്ച് കൊണ്ടിരിക്കുമ്പോൾ, ബാല്യം മുതലേ ബൈബിൾ വായിക്കാൻ വേണ്ടി താല്പര്യമായി. ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുന്നു എന്നുള്ള ശബ്ദം യെശയ്യാവിനോട് ചോദിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ അത് എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇത് 17 വയസ്സ് പ്രായമുള്ളത്. അപ്പോൾ കർത്താവെ, അടിയനെ നീ വിളിച്ചാൽ ശുശ്രൂഷിക്കാതെ ചോദിച്ചാൽ ഞാൻ അങ്ങയുടെ ശുശ്രൂഷിക്കും എന്ന് ദൈവസ്ഥൽ പ്രതീക്ഷിക്കും. ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രകാശവും ഒരു നടത്തിപ്പും ഒരു ആത്മസ്പർശനവും എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്നതായിട്ടും ദൈവം എന്നെ എടുത്ത് ഈ ശുശ്രൂഷയിൽ വയ്ക്കുന്നതായിട്ടും എനിക്ക് എൻ്റെ അനുഭവത്തിൽ. ഞാൻ അങ്ങനെ ജീവിതം യേശു ക്രിസ്തുവിനായി സമർപ്പിക്കുകയും വേലയ്ക്കായി വർദ്ധിക്കുകയായിരുന്നു. പിന്നെ സ്റ്റഡീസ് എല്ലാം അതേ തുടർന്നാണ് മുമ്പോട്ട് പോയത്. രണ്ടും കൂടെ ഒന്നിച്ച്, സെക്യുലർ ഇതും കൂടെ ഒന്നിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിനായി സമർപ്പിക്കുമ്പോൾ അപ്പോഴും ഞാൻ മാർത്തോമാ സഭാ വിശ്വാസിയാണ്. പിന്നീടാണ് ഞാനിപ്പം നിൽക്കുന്ന വിശ്വാസമണ്ഡലത്തേക്കുള്ള പ്രവേശനമൊക്കെ എനിക്കുണ്ടായിരുന്നത്. വിശ്വാസസ്നാനം സ്വീകരിക്കുന്നതും പരപ്രേരണ കൂടാതെ ദൈവനം വായിച്ചപ്പോൾ വിശ്വാസസ്നാനം അനിവാര്യമാണെന്നും അത് ശരിയാണെന്നും ബോധ്യമായി ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടനുസരിച്ചാണ് സ്നാനപ്പെട്ടത്. അപ്പോൾ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചപ്പോൾ ഏകനായി എൻ്റെ വീട്ടിൽ തന്നെ വിളിക്കും, ഞാൻ ഏകനായി സമർപ്പിക്കും. അത് എനിക്ക് ഇന്നലെ രാത്രി കർത്താവിനോട് സംസാരിച്ച പോലെയുള്ള ഒരു അനുഭൂതിയാണ് ഇന്നും എനിക്ക് എൻ്റെ മനസ്സിലുള്ളത്. അത് ഇന്നും അങ്ങനെ തന്നെ തോന്നുന്നു. സാർ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു പിന്തുണ സാറിന് കിട്ടാത്തത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിലൊരു വാസ്തവമുണ്ടോ? പൊതുവെ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. ഈ പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 നിലയിലാണ് അതിനെ വിവക്ഷിക്കുന്നത്. ഒന്ന് ശുശ്രൂഷാപരമായ തലത്തിൽ, 2 സാമ്പത്തികമായ തലത്തിൽ. എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ യാമം മുതൽ എനിക്ക് പണപരമായ കാര്യത്തോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അത് ഏതെങ്കിലും നിലയിൽ ശുശ്രൂഷ
വാണിജ്യവൽക്കരിക്കുക എന്നൊരു താല്പര്യം എനിക്ക് ഹൃദയത്തിൽ അന്നുമില്ല, ഇന്നുമില്ല, ഇപ്പോഴും എൻ്റെ മനസ്സിലില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ധനികനായി തീരുക എന്നുള്ളൊരു താല്പര്യം എനിക്കില്ലായിരുന്നു. എന്നാൽ ദൈവവിശ്വാസനായി എന്നെ ഇതുവരെ നടത്തിയിട്ടുണ്ട്. ശുശ്രൂഷകളുടെ മുഖത്ത് വേണ്ടത്ര നിലയിൽ ഒരു പ്രോത്സാഹനം എനിക്ക് ഞാൻ നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. കാരണം ഞാൻ തിയോളജി 1985 മാസ്റ്റർ ചെയ്തു. ദൈവം എന്നാണ് സംസാരിക്കും. ഈ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ എന്നെ ഉപയോഗിച്ചിട്ടുള്ളത് തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ടീമിനോട് ചേർന്നായിരുന്നു ഞാൻ പ്രവർത്തിച്ചുള്ളത്. കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ കവലകളിലും താൻ പ്രസംഗിച്ചിട്ടുള്ളതൊക്കെ എനിക്ക് പ്രസംഗിക്കാൻ അവസരമുണ്ടായിരുന്നു. അപ്പോൾ അത് സജീവമായി ചെയ്യുന്നു. എന്നാൽ ഞങ്ങളുടെ പൊതുവായൊരു ട്രെൻഡിൽ വേണ്ടത്ര നിലയിലുള്ള ഒരു ശുശ്രൂഷയുടെ മുന്നേറ്റം എനിക്ക് തന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വാസ്തവം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. കാരണം ഇപ്പം അവരെന്തുകൊണ്ടാണ് ആ നിലയിൽ എനിക്കൊരു പ്രോത്സാഹനം, ഒരു പക്ഷേ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുകളെ വീക്ഷിക്കുമ്പോൾ ചില പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്പം വിധേയത്വം കുറവുള്ളതായിട്ട് തോന്നുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡബിലിറ്റി ഇല്ലാത്ത ആളായിട്ട് തോന്നുന്നതുകൊണ്ടോ ഒക്കെ പല കാരണങ്ങളാകാം. എന്ത് കാരണമെന്ന് എനിക്കറിയാൻ വയ്യ. എങ്ങനെയായിരുന്നാലും ഞങ്ങളുടെ ബൈബിൾ കോളേജുകളിലോ സ്കൂളുകളിലോ പ്രവർത്തന മണ്ഡലങ്ങളിലോ ഒന്നും എനിക്ക് ആ നിലയിൽ ഒരു മുന്നേറ്റം തന്നിട്ടില്ല. അത് എന്നെ വിമർശിക്കുന്ന ആളുകൾ എഴുതാറുണ്ട്. എന്നാൽ ശുശ്രൂഷകളുടെ ക്വാളിറ്റി കൊണ്ടും അതിൻ്റെ പ്രയോജനം കൊണ്ടും എനിക്കൊക്കെ അവസരം ലഭിക്കേണ്ടതാണ്. എന്തുകൊണ്ടും അങ്ങനെ ലഭിച്ചിട്ടില്ല. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഉപയോഗിച്ചത് ഇതര ക്രൈസ്തവ വിഭാഗങ്ങളാണ് അല്ലേ? തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത് പകരം വയ്ക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രം. അപ്പോൾ അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഞങ്ങളുടെ ഇടയിൽ കുറേ അധികം ശുശ്രൂഷ ഉണ്ടായിരുന്നു. എങ്കിലും താനൊരു ഓപ്പൺ ക്രിറ്റിസൈസറായിരുന്നു. എന്ന് പറഞ്ഞാൽ താൻ ആരെയും മുഖം നോക്കാതെ നന്നായി വിമർശിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില വേദികൾ തനിക്കും വേണ്ടത്ര നിലയിൽ പ്രോത്സാഹനമായി വന്നിട്ടില്ല. താൻ ഏറ്റവും അധികം സുവിശേഷത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്തിയ CSIക്കാർ, പെന്തക്കോസ്റ്റൽ പ്ലാറ്റ്ഫോംസ്, അതുപോലെ തന്നെ ഈവൻ ഈ കൊച്ചിൻ അതിരൂപത കത്തോലിക്ക യാക്കോബക്കാരും ഒക്കെ തന്നെ വിളിച്ച് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. CSIക്കാരെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ആ കാര്യങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ കൃഷ്ണൻകുട്ടിയുടെ ജീവിത സ്മരണിക എഴുതിയപ്പോൾ ഞാൻ 2 എഡിഷനിലും വ്യക്തമായി ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുമുണ്ട്. ഇതര ക്രൈസ്തവ വിഭാഗങ്ങളോടുള്ള അങ്ങയുടെ നിലപാട് എന്താണ്? പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരോടുള്ള നിലപാട്? എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ എല്ലാ ആളുകൾക്കും അവരുടെ വ്യക്തിപരമായ ചില കൺവിക്ഷൻസ് ഉണ്ട്. ആ കൺവിക്ഷൻ അനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളും അവരെല്ലാവരും സാർവത്രിക സഭയുടെ അംഗങ്ങളുമാണ്. ആ വിശാല വീക്ഷണം വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെന്തക്കോസോ പെടന്നോ ബാപ്റ്റിസ്റ്റോ എന്ന ഒരു ചെറിയ വിഭാഗം മാത്രമല്ല ദൈവസഭയുടെ ഭാഗം. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരുടെയും സംഘം ഒന്നിച്ചു കൂടിയിട്ടുള്ള, അതായത് പെന്തക്കോസ്തുകൾ മുതൽ കർത്താവിന് വരെയുള്ള കാലഘട്ടങ്ങളിൽ സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുമായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളും. അതാണ് എൻ്റെ പ്രമാണം. കർത്താവ് കൈക്കൊണ്ടവരെ കൈക്കൊള്ളുക. അപ്പോൾ കർത്താവ് കൈക്കൊണ്ടവരെ കൈക്കൊള്ളാതെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് കർത്താവിന് വിരോധമായി ചെയ്യുന്ന ഭാവമാണ്. അപ്പോൾ തന്നെ എനിക്ക് ഉപദേശപരമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പഠിപ്പിക്കലുകളിൽ വൈവിധ്യങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രസൻറ്റേഷനും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാനൊരു ഓർത്തഡോക്സ് ബ്രദറൻ ടീച്ചിങ്ങിലാണ് അത് ചെയ്യുന്നത്. അത് ബ്രദറൻ ടീച്ചിങ് എന്ന് പറഞ്ഞേക്കാൾ ഞാൻ ഒരു ബൈബിൾ ടീച്ചിങ് എന്ന നിലയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതേസമയത്ത് എനിക്ക് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുള്ള ചില വിഷയങ്ങൾ പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാം ഈ കൃപാവരങ്ങളുടെ കൂടുതൽ അന്യഭാഷാ ഭാഷണം, പ്രവചനം, അത്ഭുത രോഗശാന്തി ഇത്യാദി കാര്യങ്ങൾ വിശ്വസിക്കുകയും അവ ഇന്ന് നിലനിൽക്കുകയും ചെയ്തു എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് വ്യത്യസ്തമായ വീക്ഷണമുണ്ട്. എന്നാൽ അത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് സഹകരിക്കാൻ കഴിയാവുന്ന മണ്ഡലങ്ങളിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ വിഭാഗീയ വ്യത്യാസം കൂടാതെ ആളുകളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഞാൻ ആർട്ടിക്കിൾ എഴുതി, ജോർജ് വൈറ്റ്ഫീൽഡും ജോൺ ബെസ്ലിയും തമ്മിൽ പരസ്പരം ഒന്നിച്ച് ഒരു വേദി പങ്കിടാത്ത ആളല്ലായിരുന്നു. പക്ഷേ ജോർജ് വൈറ്റ്ഫീൽഡിനെ സംബന്ധിച്ച് ജോൺ ബെസ്ലിയോട് ഒരാൾ ചോദിച്ചപ്പോൾ വിൽ യു ബി ഏബിൾ ടു സീ ജോർജ് വൈറ്റ്ഫീൽഡ് ഇൻ ഹെവൻ
എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് കാണാൻ പറ്റുകയില്ല. അപ്പോൾ ഡു യു മീൻ ദാറ്റ് ഹി വാസ് നോട്ട് എ ബോൺ അഗെയിൻ പേഴ്സൺ? അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ലെന്നാണോ ചെയ്തത്? അല്ല, ഓഫ് കോഴ്സ് ഹി വാസ് എ ബോൺ അഗെയിൻ പേഴ്സൺ. ദെൻ വൈ ഡിഡ് യു സേ ദാറ്റ് യു വോണ്ട് സീ ഹിം ഇൻ ഹെവൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹി വിൽ ബി സോ ക്ലോസർ ടു ദ ത്രോൺ ഓഫ് ഗോഡ് വേർ ആസ് ഐ ഷാൽ ബി ഫാർ അവേ ഫ്രം ഇറ്റ്. എനിക്ക് ഭൂമിയിൽ അഭിപ്രായ വ്യത്യാസമുള്ള എൻ്റെ സ്നേഹിതൻ എന്നേക്കാൾ ദൈവസിംഹാസനോട് വളരെ സമീപത്തും ഞാൻ വളരെ വിദൂരതയിലുമായതുകൊണ്ട് എനിക്ക് ആ ദൂരം കൊണ്ട് കാണാൻ കഴിയില്ല. ആ ഒരു പാറ്റേണാണ് ക്രൈസ്തവ വീക്ഷണത്തിൽ ഞാൻ നിലപാടായി സ്വീകരിച്ചിട്ടുള്ളത്. വൈറ്റ് ഫീൽഡും ബെസ്ലിയും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ സമീപനം ഉണ്ടായിരുന്നു, മാതൃകയാക്കാവുന്ന സമീപനമാണ്. അങ്ങനെ വരുമ്പോൾ കാൽവിനിസത്തോട് അങ്ങയുടെ നിലപാടെന്താണ്? ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ അത് ബ്രദറൻ എന്നോ പെന്തക്കോസ്ലിസം എന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ഇടയിൽ ഈ കാൽവിനിസത്തിന്റെ വാക്താക്കൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ജോൺസൺ സി ഫിലിപ്പ് ബ്രദറൻ സമൂഹത്തിലെ ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിന്റെ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ പുസ്തകം, ആ പുസ്തകത്തിന്റെ അടിയിൽ കാൽവിനിസ്റ്റുകൾ അദ്ദേഹത്തെ വ്യക്തിപരമായും ഉപദേശപരമായും വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നത്. അവസാനം ഞങ്ങളൊക്കെയാണ് അതിനൊരു സപ്പോർട്ട് കൊടുത്തത് എന്ന് പറഞ്ഞ് സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് ഷെയർ ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്ത് ഞങ്ങൾ സംസാരിച്ചു. അത് ഒരു ദൈവശാസ്ത്ര പ്രശ്നമാകുമ്പോൾ തന്നെ വളരെ വൈകാരികമായിട്ട് കാൽവിനിസ്റ്റുകൾ എടുക്കുന്നു. അത് ബ്രദറൻ സമൂഹത്തിലുമുണ്ട്, പെന്തക്കോസ്ത് സമൂഹത്തിലുമുണ്ട്. കാൽവിനിസത്തോട് അങ്ങയുടെ നിലപാടെന്താണ്? ഞാൻ ഈ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്ന സമയത്ത് പല ആളുകളും ഈ വിഷയം സംബന്ധിയായി പല അഭിപ്രായങ്ങൾ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ വ്യക്തിപരമായി ഇതിന് വലിയ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കാൽവിനിസം എന്ന് പറയുന്നത് ഞാൻ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഈ ബ്രദറൻകാര് കാൽവിനിസ്റ്റുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മിഥ്യാധാരണയാണ്. കാര്യം ബ്രദറൻ സമൂഹം കാൽവിനിസം തിയോളജി വിശ്വസിക്കുന്നവരല്ല. പക്ഷേ അതിനകത്തും പെന്തക്കോസ്തുകാരുടെ ഇടയിലും കാൽവിനിസ്റ്റിക് വ്യൂ അംഗീകരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കാം. എന്നാൽ മെജോറിറ്റി അങ്ങനെ അല്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള ആളുകൾ സജീവമായിരിക്കാം. പക്ഷെ ഞാൻ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാറുമില്ല. എന്നാൽ എന്നോട് 2-3 പേരൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാൽവിനിസം, അതായത് അൾട്രാ കാൽവിനിസം എന്ന് പറയുന്നത് ടുലിപ്പ് എന്ന് പറയുന്ന 5 ലെറ്ററുകൾ ഉൾക്കൊള്ളുന്നതാണ്. ടോട്ടൽ ഡിപ്രൈവേറ്റി, അൺകണ്ടീഷണൽ ഇലക്ഷൻ, ലിമിറ്റഡ് അറ്റോൺമെന്റ്, ഇറസിസ്റ്റിബിൾ ഗ്രേസ്, പെർസിവറൻസ് ഓഫ് ദ സെയിൻസ്. ഇതിന്റെ ഈ 5 സിദ്ധാന്തങ്ങൾ വാസ്തവത്തിൽ ഈ കാൽവിനിസം പഠിപ്പിക്കുന്നവർക്ക് തന്നെ അറിയാവുന്ന എനിക്കറിയാം എന്ന് ഞാൻ സംശയിക്കുന്നു. അതിൽ രസകരമായൊരു അനുഭവം ഉണ്ടായി. കടുത്ത കാൽവിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളുമായിട്ട് നമ്മൾ ഈ രൂപത്തിൽ തന്നെ പല രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ എന്താണ് ടുലീപ്പ് എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അതിനെ വിശദീകരിക്കാൻ അവർക്ക് അറിയത്തില്ല. പക്ഷേ കാൽവിൻ പഠിപ്പിച്ച കാര്യങ്ങൾ ശരിയാണെന്നൊരു ബോധ്യത്തിലൂന്നിയാണ് പലരുടെയും സംസാരം. ഈ കാൽവിൻ എന്ന് പറയുന്ന ആളെ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നത് ഫ്രഞ്ച് ദൈവശാസ്ത്രം. അദ്ദേഹം ഒരു കത്തോലിക്ക ഒറിജിനാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു അറ്റോർണി ആയിരുന്നു, ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഇദ്ദേഹം ഒരു ക്ലർജിയായി അവരോധിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് സമയം വേദവസ്തു പഠനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു സിദ്ധാന്തമാണ് ഈ ടുലീപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ടുലീപ്പ് എന്ന് പറയുന്നതിനോട് ഞാൻ അതിലെ കാൽവിനിസത്തെ കണ്ടിച്ച് എൻ്റെ മെസ്സേജ് പലതും കൊടുത്തിട്ടുണ്ട്. അതിലെന്നെ കല്ലെറിഞ്ഞിട്ടുള്ള ആൾക്കാരുമുണ്ട്. എനിക്ക് ഈ ഒരു ഉപദേശ വിഷയം പറയുമ്പം വ്യക്തി അറ്റാക്ക് ഇഷ്ടമല്ല. കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഡോക്ടറിന്റെ വിഷയം പറയുമ്പോൾ എന്നെ കൗണ്ടർ ചെയ്യുന്ന ആളിന് അദ്ദേഹത്തിൻ്റെ വ്യൂ പറയാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അനുമതിയുമുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ടോട്ടൽ ഡിപ്രൈവേറ്റി കാൽവിൻ പഠിപ്പിക്കുന്നത് when the first man had committed sin, he was totally depraved എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി അധപ്പതിച്ചു. മാൻ became an evil person. അതുകൊണ്ട് അവനിനി ഒരിക്കലും ദൈവശബ്ദം കേൾക്കാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദമേ നീ എവിടെയെന്ന് ദൈവം ചോദിക്കുന്ന ഇവൻ പാപം ചെയ്ത ശേഷമാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ തോട്ടത്തിൽ നിന്റെ കാലൊച്ച കേട്ടതുകൊണ്ട് ഇവിടെ വൃക്ഷങ്ങളുടെ ചുവടിൽ ഒളിഞ്ഞിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഈവൺ ആഫ്റ്റർ കമ്മിറ്റിംഗ് സിൻ ദാറ്റ് മാൻ വാസ് ഏബിൾ ടു ലിസൺ ദ വോയിസ് ഓഫ് ഗോഡ്. എന്നാൽ അതിനു മുമ്പ് ദൈവശബ്ദം കേൾക്കനുസരിക്കാൻ അവൻ ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? ഡിപ്രൈവ്ഡ് ആയിപ്പോൾ ഞാൻ അതിനൊരു ദൃഷ്ടാന്തം പറഞ്ഞു. അനുചലൊക്കെ എന്നെ ആക്ഷേപം ചെയ്തു. ഞാൻ പറഞ്ഞു നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസ് ഇലക്ട്രിക് വോൾട്ട് എന്ന് പറഞ്ഞാൽ 210 വോൾട്ടാണ്. 240 വരെയാണ്. 210 വോൾട്ടാംപിയർ ചില സമയത്ത് ലൈനെ കിട്ടുകയില്ല. അങ്ങനെ വരുമ്പോൾ ഒരുപാട് വീടുകൾ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഒടി വരുന്ന വീട്ടിൽ മിന്നാമിനിക്ക് ഒരു വെട്ടം ചായ്ക്കാൻ ചിലപ്പോൾ ഒരു വെള്ളത്തെ കാലത്തെ ബൾബ് നിൽക്കുന്നത്. ഇതാണ് വാസ്തവത്തിൽ മനുഷ്യൻ സംഭവിച്ചത്. അതായത് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. കം ഷോർട്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കം ഷോർട്ട് ഓഫ് ഗ്ലോറി ഇല്ലാതെയായി തീരുന്നതല്ല. കം ഷോർട്ട് ഇറ്റ് കം റെഡ്യൂസ്ഡ് എന്നാണ്.
അത് അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വന്നു. സ്വയമായി മനുഷ്യന് അവന്റെ രക്ഷ സാധിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. മരിച്ചു ഇവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് തന്നെ മരിച്ചു എന്ന് പറയുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല അവിടെ എന്നുള്ള രീതിയിലാണ്. അവിടെ പറയുന്ന മരണം എന്ന വാക്കിനെ തന്നെ ഇവർ തിരിച്ചിരിക്കും. ഈ ദ വേർഡ് ഡെത്ത് എസെൻഷ്യലി മീൻസ് സെപ്പറേഷൻ. ദൈവത്തിനുള്ള സെപ്പറേഷനാണ് സംഭവിക്കുന്നത്, അസ്ട്രേ എന്നൊക്കെ പറയാം. അല്ലാതെ അൺകോൺഷ്യസ് സ്റ്റേറ്റ് അല്ല. ഈ അൺകോൺഷ്യസ് സ്റ്റേറ്റ് ആണ് മനുഷ്യ പ്രതികരിക്കാൻ പറ്റിയല്ലോ. അതെ. അപ്പൊ ഇവിടെ ആദാം പാപം ചെയ്തപ്പോൾ he was separated from the very presence of God and from the communion of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്നും അവൻ അകന്നു പോയി. അപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യാം? ദൈവശബ്ദം കേൾക്കാം, സംസാരിക്കാം, ദൈവത്തോട് സംസാരിക്കാം, ദൈവത്തോട് തന്റെ ആവശ്യങ്ങൾ പറയാം. അതിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ക്രൈസ്തവ യഹൂദ വിശ്വാസം ഉൾക്കൊള്ളാത്ത ഒരു വിജാതീയനായ ആൾ, ഇനി ഒരു മതത്തിലും പെടാത്ത ഒരാളും അവരെ കൊണ്ടൊരു കാട്ടിൽ കൊണ്ടുവന്ന് ആ ഏകനായി ആ കാട്ടിൽ വളർന്ന് അവിടെ തന്നെ ജീവിക്കാൻ അനുവദിച്ചാലും ഒരു പ്രത്യേക പ്രായത്തിലേക്ക് വരുമ്പോൾ അവനിൽ ഒരു ഡിവൈൻ സെൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ C.I. ഷെയ്ഫർ എന്ന് പറയുന്ന ദേവദാസ് ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ബുക്കിനകത്ത് ദ നോളജ് ഓഫ് ഗോഡ് ഈസ് ഇന്നേറ്റ് ടു ഹ്യൂമൻ മൈൻഡ്, അതായത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം മനുഷ്യന് ജന്മസിദ്ധമാണ്. അപ്പൊ അവന് ദൈവം ആരാന്നറിയാൻ പോയി, പക്ഷെ അവനോട് ഒരു മരക്കഷ്ണം എടുത്ത് വെച്ചോ അല്ലെങ്കിൽ കൂടെ കിഴപ്പൊതിക്കുന്ന സുവർണ്ണയോ നോക്കി അവൻ നമസ്കരിക്കുന്നു. ആ ടെൻഡൻസി അവനോട് ഇംഗ്ലീഷ് എവിടെ കിട്ടുന്നത് ഈ പറയപ്പെട്ട അവന്റെ കാഴ്ചപ്പാട്. അപ്പം ടോട്ടലി ഡിപ്രൈവ് ഡെഡ് ആണ്. ഒരു കാരണവശാലും ഇനി അവന് ഒരു പ്രതികരിക്കാൻ, ദൈവശബ്ദവും കേൾക്കാൻ പറ്റുകയില്ല, പ്രതികരിക്കാനും കഴിയുന്നില്ല എന്നുള്ള ടീച്ചിങ് വരുന്നതുകൊണ്ട് ആ ദൈവം അവനെ ഉയർപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇവന് കിട്ടിയത്. അതുകൊണ്ട് അവന്റെ മാനസാന്തരവും വിശ്വാസവും അവന്റെ ഉയർപ്പും എല്ലാം ദൈവ ഉത്തരവാദിയാണ്. ഇവൻ ഒന്നും പാട്ടില്ല എന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ ടോട്ടൽ ഡിപ്രൈവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ കറപ്ഷനാണ്, അതായത് ഒരു മാലിന്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ നോട്ട് ഇൻ എ ടോട്ടൽ അൺകോൺഷ്യസ് സ്റ്റേറ്റ്, അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ അൺകണ്ടീഷണൽ ഇലക്ഷൻ, വേദപുസ്തകത്തിൽ രക്ഷയ്ക്കായിട്ടൊരു മനുഷ്യൻ ദൈവം അൺകണ്ടീഷണലി എലക്ട് ചെയ്തിട്ടില്ല. റോമാലേഖനം 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും പറയപ്പെടുന്ന ഇലക്ഷൻ രക്ഷയോട് ബന്ധപ്പെട്ട ഇലക്ഷൻ അല്ല. മനസ്സിലായോ? ദൈവം ചരിത്രത്തിൽ ചില ദൃഷ്ടാന്തങ്ങൾ എന്ത് ചെയ്യുന്നു കാണിച്ചിട്ട് ആ ദൃഷ്ടാന്തങ്ങളിൽ കൂടെ തന്റെ രക്ഷാപദ്ധതിയെ വിവരിക്കും. റോമാലേഖനം 9 അധ്യായങ്ങളെ ഇവർ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നു. അതെ, സജി പണിയാറ്റ് ജനു ഞാനാണ്ട് പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകം ഇംഗ്ലീഷിൽ തർജ്ജമ ഞങ്ങള് ക്ലബ് ഹൗസില് നമ്മുടെ ജിനുവിനും ജോർജിയോണും അനിൽ കുട്ടോടും പാസ്റ്റോടും ഞങ്ങൾ കുറച്ച് പരിപാടികൾ ഇത്തരത്തിൽ ചെയ്തിരുന്നു. അപ്പൊ അവിടെ ഇവിടെ ചർച്ചയായിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ജെയിംസ് ഒറീസ് സാറും അതിനോട് സഹകരിച്ചിരുന്നു. ജെയിംസ് ഒറീസ് സാറിന് ഒരിക്കലും നമ്മുടെ ഒരു ബ്രദറൻ സഭാംഗം തന്നെ തീവ്ര കാൽവിനിസ്റ്റുമായിട്ടൊരു അഭിമുഖത്തിലേക്ക് കൊണ്ടുവരികയും വല്ലാതെ ആക്ഷേപിക്കപ്പെടുകയും ചെയ്തു. നമ്മളൊരു ദൈവശാസ്ത്ര വിഷയം ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു താർക്കിക വിഷയം ചർച്ച ചെയ്യുമ്പോൾ പല ഉപദേശ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എതിരാളിയെ നമ്മൾ അപഹസിക്കുന്നതിനകത്തൊരു അർത്ഥമില്ല. അത് അങ്ങനെ ചെയ്താൽ നമ്മൾ നല്ല താർക്കികനല്ല എന്നതിൻ്റെ അർത്ഥം. എതിരാളി എന്നും പറയട്ടെ. ഇവ ഈ ബാദരായണ സൂത്രം തന്നെ കേട്ടോ, ഈ അലക്ഷ്യം ലജ്ജയില്ലായ്മ അവജ്ഞ എതിരാളിയിൽ അട്ടഹാസം പ്രഭുസ്തോത്രം തർക്കോപായങ്ങൾ അഞ്ചിവ എന്നാണ് തർക്കശാസ്ത്രത്തിൽ ബാദരായൻ പറഞ്ഞത്. ബാദരായൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ തർക്കശാസ്ത്രജ്ഞനായിരുന്നു. അപ്പൊ നമ്മുടെ എതിരാളി എന്ത് പറഞ്ഞാലും നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്. നമുക്ക് പറയുന്ന വസ്തുതാപരമായി ഒരു മുന്നേറ്റമാണ് ആവശ്യം. ഇവിടെ ദൈവം അൺകണ്ടീഷണലി ആരെ എലക്ട് ചെയ്തില്ല. കാര്യം ഇഫ് യു ബിലീവ് ഇൻ ദ ലോർഡ്, നീ കർത്താവിൽ വിശ്വസിക്കുമെങ്കിൽ, ഇഫ് യു ലവ് ഹിം, ഇഫ് യു അബൈഡ് ഇൻ ഹിം, ഇങ്ങനെ എല്ലാം കണ്ടീഷനാണ് വേദപുസ്തകത്തിൽ രക്ഷ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാനാണ്. സാധ്യം പറഞ്ഞ പോലെ തന്നെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലല്ല. മരണത്തെ ഫോഴ്സ്ലി ഇന്റർപ്രറ്റ് ചെയ്യുന്നു. മരണം എന്ന് പറഞ്ഞാൽ നെസസറി സെപ്പറേഷൻ. എന്താ ഈ ഫിസിക്കൽ ഡെത്ത്? ലൈഫ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി ഫിസിക്കൽ ബോഡി, അതാണ് മരണം. അപ്പൊ ബോഡി എന്ത് ചെയ്യുന്നു? മൃതാവസ്ഥയിലായിരിക്കുന്നു. ആത്മാവിന് മരണം ഇല്ല, അത് വേർപെട്ടിരിക്കുന്നു, അത് എന്നും അസ്തിത്വമുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ സംഭവിക്കുന്നു. അങ്ങനെയാണ്, അല്ലാതെ ഈ അൺകോൺഷ്യസ് സ്റ്റേറ്റ് അല്ല. ഈ അൺകണ്ടീഷണൽ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രത്യേക വാദഗതിയുണ്ട്. കുറച്ചു പേരെ നരകത്തിനായിട്ട് പ്രീ ഡെസ്റ്റിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കുറച്ച് പേര് സ്വർഗത്തിനായിട്ടും പ്രീ ഡെസ്റ്റിൻ ചെയ്ത് വെച്ചേക്കാണ്. ഏറ്റവും വികലമായിട്ടുള്ള ഒരു വാദമാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാം. അത് കൃത്യമായ ഒരു കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ കാൽവിന്റെ വീക്ഷണം ഇതിന്റെ പുറകോട്ട് നമ്മൾ അല്പം പോകുമ്പോൾ ലൂതർ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അഗസ്റ്റിൻ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് മോഡിഫൈ ചെയ്താണ് കാൽവിൻ ഇത് പറഞ്ഞിരിക്കുന്നത്. പോട്ടെ, ഇസ്ലാം ഈ വീക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ക്രൂവൽ ഗോഡിനെയാണ് കാൽവിനിസ്റ്റുകൾ പരിചയപ്പെടുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കാൽവിൻ 17-ാം നൂറ്റാണ്ടിൽ 1715 മുതൽ തോന്നാണ് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞനാണ്.
17-ാം നൂറ്റാണ്ടിലെ ഈ കാൽവിൻ ജനിക്കുന്നതിനും തിയോളജി പഠിക്കുന്നതിനും മുമ്പ് 16 നൂറ്റാണ്ടുകൾ ക്രൈസ്തവ സഭ ഉണ്ടായിരുന്നു. അപ്പോസ്തോലിക ഉപദേശമാണ് നമ്മുടെ അടിസ്ഥാന ഉപദേശം. അപ്പോസ്തലന്മാരാരും കാൽവിന്റെ തിയറി പഠിപ്പിച്ചവരല്ല, സഭാപിതാക്കന്മാരും കാൽവിന്റെ തിയറി പഠിപ്പിച്ചവരല്ല. ഇപ്പൊ ദൈവം വ്യവസ്ഥാപിതമായിട്ടാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. അതായത് ദൈവത്തിന്റെ രക്ഷയുടെ പ്രൊവിഷൻ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകപ്പെട്ടിരിക്കുകയാണെങ്കിലും ആ രക്ഷ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇൻഡിവിജ്വൽ കൊടുത്തിരിക്കുകയാണ്. കാര്യം ഇൻഡിവിജ്വൽ സോൾ ലിബർട്ടി ഇല്ലാത്തൊരു മനുഷ്യൻ പറഞ്ഞാൽ മനുഷ്യർ റോബോട്ടായി മാറും, അവരുടെ പാസീവ് ഏജന്റായി വരും. സോ ഈ കാൽവിനിസ്റ്റിന്റെ തിയറി അനുസരിച്ച് ഇൻ ഈ സാൽവേഷൻ മാൻ ഈസ് എസെൻഷ്യലി എ പാസീവ് ഏജന്റ്. ഒരു പാസീവ് ഏജന്റാണ്, അവനൊന്നും ആക്റ്റീവായിട്ട് അത് ചെയ്യാനായിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല, മാനസാന്തരം, വിശ്വാസം, വീണ്ടും ജന്മം, അത് ഒന്നൊന്നിലേക്ക് ലീഡ് ചെയ്യുകയാണ്. അപ്പൊ വാസ്തവത്തിൽ ക്രൂശിന്റെ സന്ദേശം ഇപ്പൊ തന്നെ വേറെ വിഷയമുണ്ട്. സുവിശേഷം കേൾക്കുമ്പോഴാണല്ലോ കുറ്റബോധം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇവനെ അങ്ങ് മരിച്ച അവസ്ഥയിലാണ്. ഒരു കാരണവശാലും ദൈവത്തോട് പ്രതികരിക്കാൻ കഴിയില്ല, സുവിശേഷത്തോട് ഒരിക്കലും ഇവന് പ്രതികരിക്കാനായിട്ട് സാധിക്കില്ല. രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കാൽവിനിസ്റ്റുകളുടെ ആശയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സുവിശേഷം പറയേണ്ടതിന്റെ ആവശ്യകതയില്ല. ഇല്ല. കാരണം ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, സുവിശേഷം കേട്ട ഒരാൾ പരിവർത്തനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കുന്നു? അവൻ നിർണയം ചെയ്യപ്പെട്ടില്ല. അല്ലാതെ വേറെ ഏറ്റവും വലിയ അപകടമുണ്ട്. അതായത് ദൈവം ചിലരെ നിത്യരക്ഷയ്ക്കായി വേർതിരിച്ചെന്ന് പറഞ്ഞാൽ ബാക്കി ദൈവം ചിലരെ നിത്യ നരകത്തിനായിട്ട് വേർതിരിക്കുന്നല്ലേ അർത്ഥം. ഒരു മനുഷ്യൻ പോലും നരകത്തിൽ പോകുന്ന ദൈവം ഉത്തരവാദിയല്ല. കാരണം പത്രോസ് വളരെ വ്യക്തമായി പറയുന്നു, എല്ലായിടത്തുമുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുന്ന അവൻ മനുഷ്യരോട് ദീർഘക്ഷമ എത്രയാകുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രൈമറി ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഓൾ പീപ്പിൾ ഓഫ് ദ ഹോൾ വേൾഡ് ഷുഡ് ബി സേവ്ഡ് എന്നാണ്. പക്ഷേ എല്ലാവരും രക്ഷിക്കപ്പെടുകയില്ല. ഈ മാർട്ടിൻ ലൂതറിനോടൊക്കെ നമ്മൾ വിയോജിക്കേണ്ടി വരുന്ന അവിടെയാണ്. മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതൊരു ദൈവത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ഹിതമാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളപ്പോൾ തന്നെ ഇത് ഉന്നതമായ ഹിതമാണ്. കുറച്ചുപേരെ നരകത്തിനായിട്ടും കുറച്ചുപേരെ സ്വർഗത്തിനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. കാൽവിനെ ആകർഷിച്ച സ്വാധീനം ദൈവം ചില നരകത്തിനായിട്ട് പിന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തികച്ചും പാർഷ്യാലിറ്റി ഉള്ള ആളെന്ന് വരും. ബട്ട് ഗോഡ് ഈസ് നോട്ട് പാർഷ്യൽ എന്ന് വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ദൈവം മുഖപക്ഷമുള്ളവനല്ല. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നു. ദൈവം മുഖപക്ഷമുള്ളവനല്ല എന്നുള്ളൊരു തെളിവ് ഞാൻ പറയാം. ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോൾ ദൈവത്തെ അറിയുന്ന ക്രിസ്ത്യാനിക്കും യഹൂദനും മാത്രമായി മഴ പെയ്യ്ക്കുകയോ മുസൽമാനും അക്രൈസ്തവനും മഴ കൊടുക്കാതിരിക്കുകയോ ചെയ്തില്ല. അവൻ സകല മനുഷ്യരോടും എന്ത് ചെയ്യുന്നു? അവന് വെളിച്ചവും അതുപോലെ തന്നെ ഈ പിന്നെ സകല നന്മയും കൊടുക്കുന്നു. അപ്പൊ ദൈവം എന്ന് പറഞ്ഞ ഒരു പ്രപഞ്ച പിതാവാണ്. അപ്പൊ പ്രപഞ്ച പിതാവ് ഗോഡ് ഈസ് കൺസേൺഡ് ഓഫ് ഓൾ പീപ്പിൾ, എല്ലാവരോടും ഇത് മനസ്സിലാവും. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവം ഒരു പ്രൊവിഷൻ നൽകി. ആ പ്രൊവിഷൻ കുറച്ചോ നിങ്ങൾ ഈ പ്രൊവിഷൻ ചെയ്യണം, വിശ്വാസ ഹൃദയത്തിൽ സ്വീകരിക്കണം. അത് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ കണ്ടീഷൻ ആയല്ലോ, വിശ്വാസാൽ യൂഷ്വൽ. ഇപ്പൊ ഫിലിപ്പിയൻ കാരാഗര പ്രമാണി പൗലോസ് യജമാന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുക. അപ്പൊ കണ്ടീഷനാണ് സാൽവേഷൻ. റാഹാബ് പഴയമത്തിൽ പോലും അങ്ങനെയാണ്. റാഹാബിനോട് യോശുവയും കാലേബും പറയുമ്പോൾ, നീ ഈ പട്ടണത്തെ ഞങ്ങൾ നശിപ്പിക്കുമ്പോൾ പട്ടണത്തോട് നീ നശിക്കാതിരിക്കണം, എന്ത് ചെയ്യണം? നിന്റെ വീടിന്റെ വാക്കിൽ ഒരു ചുമന്ന ചരട് കെട്ടിക്കണം. ദാറ്റ് ഈസ് കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അങ്ങനെ ഉണ്ടായിരിക്കണം. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ അവിടെ പറഞ്ഞ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന മകനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി എന്ത് ചെയ്യുക, മോറിയമലയിൽ യാഗം കഴിപ്പിക്കുക. കണ്ടീഷനാണ് അവിടെ പറയുന്നത്, പ്രോമിസസ് അല്ല. അപ്പൊ ദൈവത്തിന്റെ രക്ഷ കണ്ടീഷനില്ല. അൺകണ്ടീഷണൽ എന്നതിന് തെറ്റാണ്. അപ്പൊ ടോട്ടൽ ലിബറബിലിറ്റി, അൺകണ്ടീഷണൽ ഇലക്ഷൻ. പിന്നെ മൂന്നാമത്തെ അതിനേക്കാളും വലിയ ഗൗരവതരമായ ലിമിറ്റഡ് അറ്റോൺമെന്റ്. കാരണം ക്രൈസ്റ്റ് ഡൈഡ് ഫോർ ഓൾ എന്നാണ് റോമാലയം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചേക്ക് എല്ലാവരും മരിച്ചിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഭീകരമായിട്ട് തോന്നിയത് അതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നത് എല്ലാവരോടുമാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇതാ കാൽവിനിസ്റ്റുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറച്ചു പേർക്ക് മാത്രം. നമുക്കത് കണ്ണിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണല്ലോ. ഇപ്പൊ യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുക പറയുന്നത്, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അല്ലാതെ ദൈവം നിത്യത വെച്ച് തെരഞ്ഞെടുത്ത കുറെ പേരുടെ പാപത്തെ ചുമന്നിരിക്കുന്ന കുഞ്ഞാണെന്നല്ല പറയുന്നത്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. തിമോത്തിയോസിന്റെ 1-ാം പൗലോസ് പറയുമ്പോൾ അവിടെ പറഞ്ഞ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. എല്ലാവരും പാപികളാണല്ലോ, പാപികളെ രക്ഷിപ്പാൻ അതിനകത്ത് ദ ഹോൾ പീപ്പിൾ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ വേദപുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളും ഈ ലോകത്തിന്റെ മുഴുവൻ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. 6 പാപങ്ങൾക്ക്, വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾക്ക്. അതെ. അപ്പൊ ഇതെല്ലാം വാസ്തവത്തിൽ യോഹന്നാൻ 3:16 താൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അപ്പൊ ഇവിടെ എല്ലാം
ദൈവത്തിന്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാപപരിഹാരം എന്ന് പറയുന്നത് ലോകത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമാണ്. ലോകത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് അത് അനുഭവവേദ്യമാകണമെങ്കിൽ വ്യക്തി എന്ത് ചെയ്യണം? വ്യക്തിപരമായി അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരാൾ വരുന്നു, ഞാൻ 10 പേര് വരുന്നു, 10 പേർക്കും വേണ്ടിയുള്ള ഫ്രൈഡ് റൈസ് ചിക്കൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ദി പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ഓൾ ദ 10 പീപ്പിൾ കമ്മിങ് ടു മൈ റൂം എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ 2 പേര് പറയാണ്, എനിക്ക് നിങ്ങളുടെ ഈ ഫ്രൈഡ് റൈസും ചിക്കനും വേണ്ട, ഞങ്ങളത് കഴിക്കുന്നില്ല. അപ്പോൾ 8 പേര് പറഞ്ഞു, ഞങ്ങളത് കഴിക്കുന്നു, ഞങ്ങൾക്ക് അത് താല്പര്യമാണ്. ഈ 2 പേര് കഴിക്കാഞ്ഞത് ഈ 10 പേർക്കും ഞാൻ ഒരുക്കിയ എൻ്റെ ആഹാരം അവർ 2 പേര് കഴിക്കാൻ എൻ്റെ കുഴപ്പമല്ല, അവരുടെ ചോയ്സാണ്, അവരുടെ അഡമൻസിയാണ്. അതിനെന്ത് ചെയ്യണം? ഇപ്പൊ ദൈവം ഒരുക്കിയ രക്ഷാമാർഗം സുവിശേഷത്തിൽ കൂടിയാണ്. ആ രക്ഷാമാർഗത്തെ ഇവർ അവഗണിച്ച് കളഞ്ഞത് അവരുടെ അഡമന്റെ മനോഭാവമുണ്ട്. അതിന് ദൈവം ഒരിക്കലും ഉത്തരവാദി അല്ല. ലിമിറ്റഡ് അറ്റോൺമെന്റ്. അപ്പൊ പിന്നെ അടുത്ത പറയുന്നത് ഒരു നിമിഷം സാർ, ഈ ലിമിറ്റഡ് അറ്റോൺമെന്റ് നമ്മൾ എടുക്കുമ്പോൾ അത് അതിന്റെ ഏറ്റവും മാരകമായൊരു പ്രഹരം ചെന്ന് വീഴുന്നത് സുവിശേഷീകരണത്തിന് തടസ്സമാണെന്നുള്ളതാണ്. കാരണം എനിക്കറിയാവുന്ന ഒരു അനുഭവം, ഒരു കുടുംബം അവര് രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ട് സുവിശേഷീകരണത്തിൽ വളരെ താല്പര്യമുള്ളവരാണ്. പക്ഷേ ഇവർ ഈ തരത്തിലുള്ള ഉപദേശം കേട്ട് ഇനി സുവിശേഷം പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ധാരണയിലേക്ക് അവരെത്തിപ്പെട്ടു. അപ്പൊ നമ്മുടെ സമൂഹത്തോട്, സുവിശേഷത്തോട് താല്പര്യമുള്ളവരോട്, സുവിശേഷം അറിയിക്കാൻ താല്പര്യമുള്ളവരോട്, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ കിടക്കുന്ന ഏറ്റവും വലിയ ആ ഭാരവും പാഷനും എന്താണ്? സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യനും രക്ഷയ്ക്കുള്ളതാണെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ ഇതാ കുറച്ചു പേർക്ക് മാത്രമാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യം എന്താണ്? അത് സുവിശേഷീകരണത്തോടുള്ള വെല്ലുവിളിയാണ് കാൽവിനിസം ആ അർത്ഥത്തിൽ. എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതാണല്ലോ. എബ്രായ ലേഖനം 9-ാം അധ്യായം, 9-ാം അധ്യായത്തിൽ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, 9-ലെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ എന്താ പൗലോസ് പറയുന്നത്? ആ വാക്യം ലോകത്തിലെ സകല കാൽവിനിസ്റ്റുകളും വായിക്കേണ്ട വാക്യമാണ്. അവിടെ പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. ഈ മനുഷ്യർ പറഞ്ഞാല് ആദാം മുതൽ കൊണ്ടുള്ള സകല മനുഷ്യർ. പിന്നെ അങ്ങനെ മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകും. അപ്പോൾ ക്രിസ്തു മരിച്ചത് സർവ്വലോകത്തിന്റെയും പാപത്തിന് വേണ്ടിയാണ്. അപ്പൊ ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. ഇപ്പൊ ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഉപദേശമേ വേദപുസ്തക പ്രകാരമുള്ളതല്ല, ഇത് കാൽവിന്റെ കണ്ടുപിടുത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബ്രദറൻ സമൂഹം ഒരിക്കലും, ഞാൻ ബ്രദറൻ സമൂഹത്തിൽ വന്നിട്ട് 44 വർഷമായി. എനിക്ക് പൊതു ശുശ്രൂഷകൾ കൂടുതലില്ല എന്നുള്ള ഒരു ആക്ഷേപം നിങ്ങൾ പലരും ചിന്തിക്കുകയും പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തുള്ളത് ശരിയാണ്. എന്നാൽ തന്നെയും എനിക്ക് ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ അറിയാൻ വയ്യാത്തവരാണെന്ന് എന്നെ അറിയാവുന്ന ഞങ്ങളുടെ സഹോദരന്മാരാരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ശുശ്രൂഷാവസരം തരുന്ന ഒരു കാര്യം, വചനത്തെക്കുറിച്ചുള്ള അറിവിനെ അംഗീകരിക്കുന്ന വേറൊരു കാര്യം. അപ്പം എനിക്കങ്ങനെ അറിയാൻ വയ്യാത്തവരാണെന്ന് അവരാരും ഇന്നുവരെ പറയുകയുമില്ല. ഈ 44 വർഷത്തെ പഠനത്തിലും വേർപാട് സഭകൾ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സോവറിറ്റി, ഗോഡ് സോവറിറ്റി ആൻഡ് മാൻസ് റെസ്പോൺസിബിലിറ്റി റിസൾട്ട്സ് ഇൻ സാൽവേഷൻ. അതായത് ദൈവം സർവാധികാരിയായ ദൈവമാണ്. അവൻ തന്റെ സർവാധികാരിയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ബേസിക്കലി ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ടു അക്സെപ്റ്റ് ഇറ്റ് ഓർ റിജക്റ്റ് ഇറ്റ്. അതായത് സ്വീകരിക്കാനും തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കാര്യം ഒരു ഫ്രീ വില്ല് ഏജന്റ് ഇല്ലാതെ ഒരിക്കലും സാധിക്കില്ല. മനുഷ്യൻ മാത്രമാണ് ഈ ഫ്രീ വില്ലുള്ള ജീവിയായി ഈ പ്രപഞ്ച സൃഷ്ടിക്കപ്പെട്ട ഏക ലിവിങ് ബീങ്. അതിൽ ഒരു മൃഗത്തിനും ഒരു കാട്ടുകപ്പയുടെ ഇല കടിച്ചു പറിച്ചെന്നാൽ ചത്തുപോകുന്ന ആടിനെ അറിയത്തില്ല, അതിൻ്റെയില്ല. നമുക്കറിയാം പരാമറോ എന്തിനോ പോളത്തിനോ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കണം. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർ കൊടുത്തിരുന്നു. മനുഷ്യ നന്മയും തിന്മയും ഇതാ നിന്റെ മുമ്പാകെ ഞാൻ വെച്ചിരിക്കുന്നു. അത് ഏത് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു മനുഷ്യനെ ഗോഡ് ഒരു ഡിക്റ്റേറ്ററായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു, മനുഷ്യനെ അവന്റെ ഒരു ഒബീഡിയന്റ് സെർവൻ്റ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഗോഡ് ഈസ് നോട്ട് എ ഡിക്റ്റേറ്റർ മേക്കിംഗ് ദി മാൻ കൈൻഡ് ഈസ് എ വിൽഫുൾ സെർവൻസ്. അങ്ങനെ സംവിധാനം ബൈബിളിലില്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ക്രിസ്തു സർവ്വലോകത്തിന്റെയും പാപത്തിനോട് മരിച്ചു, സർവ്വലോകത്തിന്റെയും പാപത്തിനുവേണ്ടി ക്രിസ്തു എഴുന്നേറ്റു. ആ യേശു ക്രിസ്തുവിനെ എപ്പോൾ വ്യക്തിപരമായി ഒരു വ്യക്തി കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കുമോ അപ്പോഴാണ് അവൻ രക്ഷിക്കപ്പെടുന്നത്.
അങ്ങനെയാണ് വേർപെട്ട സഭകളെല്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ സാറിനെ കാണുന്നത് ബ്രദറൻ സഭയുടെ ആധികാരികമായ ശബ്ദങ്ങളിൽ ഒന്നായിട്ടാണ്. ഈ ബ്രദറൻ സഭകളിലെ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന മൂപ്പന്മാര് ആ. അവർ പലരും കാൽവിനിസ്റ്റുകളാണ്. പുറത്തേക്ക് അത്തരം ആശയങ്ങൾ പറയുന്നില്ല. സാറിന് അറിയാമോന്ന് എനിക്കറിയത്തില്ല. 3 5 പോയിന്റ് മുതൽ 8 പോയിന്റ് കാൽവിനിസ്റ്റുകൾ വരെ ഇന്നുണ്ട്. അത് ബ്രദറൻകാരിൽ മാത്രമല്ല, പെന്തക്കോസ്തുകാരിലുണ്ട്. ഞങ്ങൾ ഈ പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അടുത്ത പടിയായിട്ട് ചെയ്യുന്നത് പെന്തക്കോസ്റ്റലിസവുമായിട്ട് കാൽവിനിസത്തിന്റെ കണക്ഷനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ കാൽവിനിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇവർ പലപ്പോഴും ഓപ്പൺ അല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് പോലല്ല. സഭകളിൽ കൂടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകൾ പലരും കാൽവിനിസ്റ്റുകളാണ്, അല്ലെങ്കിൽ കാൽവിനിസ്റ്റ് അനുഭവം. ഒരു പരമാർത്ഥം പറയാം. ഈ ഞങ്ങളുടെ സഭകളിലെ മൂപ്പന്മാരായിരുന്ന സഹോദരന്മാരില് ഒരു 98% സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ല. കാര്യം അവർക്ക് ഈ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരെ ഇതൊന്നും ഉപയോഗിക്കുന്നവരല്ല. ഉപയോഗിക്കുന്ന യുവജനങ്ങളാണ്, യങ്സ്റ്റേഴ്സാണ്. ആ യങ്സ്റ്റേഴ്സ് തന്നെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഈ ക്ലബ് ഹൗസിൽ മറ്റും. ഇപ്പൊ ക്ലബ് ഹൗസ് ഞാൻ കയറാറില്ല. ഞാൻ ക്ലബ് ഹൗസിൽ കയറാത്തതിന്റെ കാരണം ക്ലബ് ഹൗസിൽ കയറുന്ന മുഴുവൻ ആൾക്കാരും ഉപദേശകന്മാരെ പഠിക്കുന്നവരാരുമില്ല എന്നാണ് ഞാൻ കണ്ടത്. 1 പ്രാവശ്യം ഞാൻ കയറി സ്റ്റോപ്പിൽ. അപ്പം കലിബില ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നു. അവിടെ ഏതോ 1 2 4 5 അല്ലെ 10 പേര് അവിടെ നിന്നുകൊണ്ട് കാൽവിനിസ്റ്റിനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ അത് ബ്രദറൻ സഭയാണെന്ന് പറയാൻ പറ്റും. അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞേ. ക്ലബ് ഹൗസിൽ നമ്മള് നല്ല രീതിയിലുള്ള ഡിസ്കഷനുള്ള സ്കോപ്പ് ഉണ്ട്. അങ്ങനെ അല്ലാത്ത ആളുകൾ ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ബ്രദറൻ സഭ മുഴുവനായിട്ട് അങ്ങനെ ആണെന്നല്ല, മറിച്ച് ബ്രദറൻ സഭയിലാണെങ്കിലും ബ്രദറൻ സഭയിൽ എന്റെ സിൻസിയറായ അറിവിൽ സഭയുടെ മൂപ്പന്മാരിൽ ആരും തന്നെ കാൽവിനിസം വിശ്വസിക്കുകയോ പഠിപ്പിക്കുകയോ പ്രൊപ്പോഗേറ്റ് ചെയ്യുകയോ ഉണ്ട്. അത് ഉണ്ടെങ്കിൽ ക്ലബ് ഹൗസിലല്ല, ക്ലബ് ഹൗസിലല്ല, വേറെ എവിടെയാ ഉള്ളത്? അല്ലാതെ അത് പറയാം, അത് പിന്നീട് പറയാം. ഇത് നമ്മൾ പരസ്യമായിട്ട് പറയേണ്ട ആവശ്യം. ഇവരാരും ഓപ്പൺ ആയിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല. അത് ഞങ്ങൾ കാൽവിനിസ്റ്റ്, അതാ ഞാൻ പറഞ്ഞു വരുന്നത്, കാൽവിനിസ്റ്റുകളാണെന്ന് പറയുന്നില്ല. പക്ഷേ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ കാൽവിനിസ്റ്റ് ആശയങ്ങൾ നമ്മൾ കാണുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ബ്രദറൻ സഭയുടെ തിയോളജി എന്താണെന്നാണ് സാർ പറയുന്നത്. ബ്രദറൻ സഭ വിശ്വസിക്കുന്ന എന്താണ് സാർ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ബ്രദറൻ സഭയിലും പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലും കാൽവിനിസ്റ്റ് വ്യൂ പോയിന്റ് ഉള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പൊ നമ്മൾ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ലിമിറ്റഡ് അറ്റോൺമെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു പോയത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവവചനത്തിലെ കുറഞ്ഞപക്ഷം റോമാലേഖനമെങ്കിലും കൃത്യമായി പൗലോസിന്റെ ദൈവശാസ്ത്ര വീക്ഷണം എന്ത് ചെയ്യണം, രക്ഷാശാസ്ത്ര വീക്ഷണം പഠിക്കണം. അത് വ്യക്തമായി പഠിക്കാതെ നമ്മൾ ഒരു വിഷയത്തെ വ്യക്തമായി പഠിക്കാതെ വിഷയത്തിന്റെ ഉപദേശം പറയാൻ അറിയുന്നതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഏത് വിഷയവും നമ്മൾ വ്യക്തമായി പഠിക്കണം. പഠിച്ച ശേഷമാണ് നമ്മുടെ വിഷയത്തെ അവതരിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഈ രക്ഷാശാസ്ത്രം ഏറ്റവും ശക്തമായ നിലയിലും അതിന്റെ അടുക്കും ചിട്ടയോടും കൂടി അവതരിപ്പിക്കുന്ന പുതിയ ഗ്രന്ഥമാണ് റോമർ ലേഖനം. പ്രത്യേകിച്ച് 4, 5 അധ്യായങ്ങൾ മുതൽ 8 അധ്യായങ്ങൾ. അപ്പൊ ഈ അധ്യായങ്ങൾ വളരെ വ്യക്തമായി പൗലോസ് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാം പറയുന്നത് ഈ ദൈവം നമ്മെ കൊണ്ടു മയങ്ങിക്കിടന്ന ഒരുത്തിനെ എടുത്തുകൊണ്ട് വന്ന് ജീവിപ്പിച്ചു എന്നല്ലേ പറയുന്നത്. മനസ്സിലായോ? ദൈവത്തിന്റെ ശബ്ദം, സുവിശേഷത്തിന്റെ ശബ്ദം കേട്ട് മാനസാന്തര അനുഭവം ഉണ്ടാകുന്ന ഒരുവനെ വിശ്വാസം അവനിൽ ജനിപ്പിക്കപ്പെടുകയും അവൻ ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ ചോരയാൽ അവൻ ചെയ്യുന്നു, വീണ്ടെടുക്കപ്പെടുന്നു. അപ്പൊ അതിന് അവനെ നിത്യത മുതലേ അങ്ങനെ വേർതിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത്. നിത്യത ദൈവം ആരെയും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തില്ല. ഒരു മനുഷ്യനെ പോലും ദൈവം രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തില്ല. ദൈവം ആരെയും ശിക്ഷയ്ക്കായിട്ടും തിരഞ്ഞെടുത്തിട്ടില്ല. ഇപ്പൊ എൻ്റെ വീട്ടില് എൻ്റെ അപ്പൻ 6 മക്കളാണ്. ഈ 6 മക്കളിൽ എന്നെ ശുശ്രൂഷ രംഗത്തേക്ക് ദൈവം മുൻകണ്ടു. അത് ശുശ്രൂഷയുടെ നിയോഗമാണ്, രക്ഷയുടെ നിയോഗമല്ല. എന്നാൽ രക്ഷിക്കപ്പെടാനുള്ള അവസരം ഞങ്ങൾക്ക് 6 പേർക്ക് ഒരുപോലാണ് ദൈവം തന്നിരിക്കുന്നത്. ഞങ്ങൾ 6 പേരും അവിടുത്തെ മാർത്തോമാക്കാരുടെയും ബന്ധുക്കോസുകാരുടെയും ബ്രദറുകാരുടെയും മീറ്റിങ്ങുകൾക്കെല്ലാം സമ്മതിച്ചുള്ളവരാണ്. ഞങ്ങളുടെ 6 പേരും ഒരുപോലെ സുവിശേഷം കേട്ടുള്ളവരാണ്. എന്നാൽ സുവിശേഷം വീണ്ടും ജനമായി ഭവിച്ചത് എൻ്റെ ഹൃദയത്തിലാണ്. അതിൻ്റെ കാരണം എന്താണ്? ഐ റെസ്പോണ്ടഡ് ടു ദി ഗോസ്പൽ വിൽഫുള്ളി. ഞാൻ ബോധപൂർവ്വം സുവിശേഷത്തിൽ പ്രതികരിച്ചപ്പോൾ പുത്രനെ അനുസരിക്കാൻ ഞാൻ തയ്യാറായി. അപ്പൊ എന്ത് ചെയ്തു? എനിക്ക് വീണ്ടും ജനത്തെ ദൈവം ദാനം ചെയ്തു. രക്ഷ ദൈവത്തിന്റെ ദാനം തള്ളിക്കളയാനും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. അത് ഞാൻ അടുത്ത പോയിന്റൊക്കെ വരുന്നത്. അതായത് ലിമിറ്റഡ് അറ്റോൺമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയുന്ന അടുത്ത ഡേഞ്ചറാണ് ഇറസിസ്റ്റബിൾ ഗ്രേസ്. അതായത് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് നിങ്ങളെ വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും നിങ്ങൾക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ വെദർ യു നോ ഇറ്റ് വില്ലിംഗ്ലി ഓർ അൺവില്ലിംഗ്ലി ദാറ്റ് യു വിൽ ബി സേവ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനല്ല. 36:3 എന്താ പറയുന്നത്? മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോർ എവർ. മനുഷ്യരിൽ എൻ്റെ ആത്മാവ് സദാകാലവും
ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അപ്പൊ നോഹയുടെ കാലത്ത് ദുഷ്ടത നിറഞ്ഞ ആ കാലഘട്ടത്തിൽ മനുഷ്യന്റെ പാപം ദൈവത്തിന് ഭയങ്കരമായിരുന്ന ഇടർച്ച ഉണ്ടാക്കുന്നുവെന്ന് ദൈവം മനസ്സിലാക്കിയിട്ട് മനുഷ്യനോട് മാനസാന്തരത്തിനായി ദൈവം നിരന്തരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവനോട് സംവാദിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പം ദൈവത്തിന്റെ കൃപയെ മനുഷ്യൻ അനാവൃതമാക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ നമ്മൾ ഈ 36 മുതൽ വായിക്കുന്നത്. ഇനി ഏശാവിനെ കുറിച്ച് എബ്രാലേഖനം 12-ാം അധ്യായം പറയുമ്പോൾ നിങ്ങൾ ആരും പിന്നെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം ദൈവകൃപ പിന്നെ അനാവൃതമാക്കിയിട്ട് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം പിന്നെ നഷ്ടമാക്കിയ ഏശാവിനെ പോലെ അഭക്തനോ പിന്നെ ദുർമാർഗ്ഗിയോ ആകാതിരിപ്പാൻ ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തു? ഹി ഡിസ്പൈസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവകൃപയെ അനാവൃതമാക്കി. അത് ദൈവം ചെയ്തതല്ല, അവൻ ചെയ്തതാണ്. അവൻ ദൈവകൃപയെ റെസിസ്റ്റ് ചെയ്തു. അപ്പൊ ദൈവകൃപയെ അവന് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അഗ്രിപ്പ മഹാരാജാവിനോട് പൗലോസ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, അഗ്രിപ്പ മഹാരാജാവേ, സിദ്ധന്മാരുടെ പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അഗ്രിപ്പ പറഞ്ഞു, നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാകാൻ നിർബന്ധിക്കുന്നു. അപ്പൊ പറഞ്ഞു, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ, ഇന്ന് ഞാൻ ചുമക്കുന്ന ഈ ചങ്ങല ഒഴികെ സകലത്തിലും നീ എന്നെ പോലെ ആയിത്തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ, കർത്താവിനെ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ ബോധവൽക്കരണവും ആർക്കുണ്ടായി? അഗ്രിപ്പാവിന് ഉണ്ടായി. അത് ഫേലിക്സിനും ഉണ്ടായി. പക്ഷേ ഉണ്ടായിട്ടും ഞാൻ സമയമുള്ളപ്പോൾ ഞാൻ വീണ്ടും നിന്റെ പ്രസംഗം കേൾക്കാൻ പറഞ്ഞ് വിട്ടേക്ക് പോയി. അഗ്രിപ്പാവ് ചോദിച്ചാൽ ഡെസ്പൈസ് ദ ഗ്രേസ്, കൃപയെ എന്ത് ചെയ്തു? അവര് അനാവൃതമാക്കി കളഞ്ഞു. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ രക്ഷാകൃപയെ ഒരു മനുഷ്യനെ റെസിസ്റ്റ് ചെയ്തിട്ട് വേണ്ട എന്ന് വെക്കാം. ഫ്രീ വിൽ എന്ന് പറയുന്നത് കൃത്യമായും വചനത്തിന്റെ ഉപദേശം തന്നെയാണ്. ഫ്രീ വിൽ ഇല്ലെങ്കിൽ മനുഷ്യന് ഒരു മീനിങ് ഇല്ല. മനുഷ്യൻ റോബോട്ടാണ്. മനസ്സിലായോ? ഇപ്പൊ സയന്റിഫിക് റോബോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിച്ച് മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ചെയ്യും. പക്ഷെ അതിനെന്തില്ല? ഫ്രീ വിൽ ഇല്ല. അതിൽ പ്രോഗ്രാം ചെയ്തേക്കുന്നത് മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ എൻ്റെ മനസ്സിനകത്ത് എൻ്റെ പ്രോഗ്രാം ചെയ്തേക്കുന്നതല്ല, എൻ്റെ ബ്രെയിൻ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാതിരിക്കാനും എനിക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കുവാനും ഇഷ്ടമില്ലാത്തത് വിശ്വസിക്കാതിരിക്കാനുമുള്ള ഇച്ഛാസ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇച്ഛാസ്വാതന്ത്ര്യം മനുഷ്യൻ മാത്രം ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രീ വില്ല് ഇല്ലെങ്കിൽ മനുഷ്യൻ റോബോട്ട്. അപ്പൊ മനുഷ്യനെ ഫ്രീ വില്ലുള്ളതിനായിട്ട് തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കൃപയെ നമുക്ക് പിന്നെ ചെറുക്കാൻ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ ചെറുത്തുകൂടാൻ കഴിയാത്ത ദൈവകൃപ എന്നാണ് പറയുന്നത്. അത് കീഴ്പ്പെടുത്തി കളയും. അങ്ങനെ ആ കൃപ സബ് ചെയ്ത് കളയും. അപ്പൊ അങ്ങനെ കൃപയില്ല. ഇനി രണ്ടാമത് പിന്നെ ഉണ്ട് ഒരു കൃപ എന്നറിയോ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അപ്പൊ രക്ഷയുടെ കൃപ എന്ന് പറഞ്ഞാൽ സകല മനുഷ്യർക്കുള്ളിലേക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അതായത് ജീവജല നദി ലോകത്തിന്റെ എല്ലാ വഴികളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ നദിയിൽ നിന്ന് പാനം ചെയ്യണോ വേണ്ട തീരുമാനിക്കുന്ന ഞാനാണ്. എനിക്കത് അതിൽ നിന്ന് കുടിക്കണോ കുടിക്കണ്ടായോ? എനിക്കത് കുടിക്കാനും കഴിയും, കുളിക്കാനും കഴിയും. എനിക്ക് കുടിക്കണോ എനിക്ക് കുടിക്കാം, എനിക്ക് കുളിക്കണ്ടയോ എനിക്ക് കുടിക്കണം. ഇങ്ങനെ അനുഭവം. അത് ചെയ്യാന്ന് വെച്ചിപ്പം ഇത് ഒരു വഴി കൂടെ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. റോമാലേഖനം 9-10 അധ്യായങ്ങളെ ഒരു വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന അതിന്റെ ഒരു റോമാലേഖനം 9-10 അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ അതിന് ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഒരു വിശദീകരണം എഴുതിയിട്ടുള്ളത് നമ്മുടെ സരിമണിയാറ്റും അതുപോലെ തന്നെ ഈ ഗിരുവിനെ കൂടിയാണ്. ആ പുസ്തകം അവരെഴുതിയ ശേഷം എൻ്റെ PDF വെച്ച് അതിൻ്റെ അവതാരിക എഴുതുന്നത്. ഞാൻ എൻ്റെ അവതാരിക മൊത്തം കൂടെ, അതായത് ഈ പുസ്തകം മൊത്തം കൂടെ അവതാരിക പേരിനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തവർക്ക് കൊടുത്തു. ദൈവം തൻ്റെ രക്ഷാമാർഗം ലോകജാതികളെ അറിയിക്കേണ്ടത് ദൃഷ്ടാന്ത പുരുഷന്മാരായ ചില വ്യക്തികളെയും ദൃഷ്ടാന്തങ്ങളായ ചില സംഭവങ്ങളെയും ചരിത്രത്തിൽ നിർത്തിയിട്ടുണ്ട്. ഇതിനായിട്ട് തന്നെ ഞാൻ ഫറവോനെ എന്ത് ചെയ്യുന്നു? നിർത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഫറവോനെ രക്ഷിക്കപ്പെടുത്തി ദൈവത്തിലാക്കി നിർത്തി എന്നല്ല എൻ്റെ അർത്ഥം. സോ ദൈവം ഫറവോനെ നിർത്തിയിട്ട് ഫറവോനിൽ കൂടി ലോകത്തിന് ചില ദൃഷ്ടാന്തം കൊടുത്തു. ഇസ്രായേലിന്റെ ദൈവമാണ് എന്ത്? സാക്ഷാൽ ദൈവം. ആ ദൈവത്തെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പൊ ദൈവം ഈ മെസോപ്പൊട്ടോമിലെ കൽദയരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചിട്ട് ജാതികളുടെ ഇടയിൽ നിന്ന് ഒരുവനെ വിളിച്ച ശേഷം ദൈവമനായ ദൈവമാണ് അവനെ വിളിച്ചത്. അവൻ ത്രൂ എന്ത് ചെയ്യണം? അവന്റെ ഡിസെൻഡൻസും അവൻ മുഖാന്തരമായി സകല ജാതികളും ഈ ജീവനുള്ള ദൈവത്തെ അറിയണം. അപ്പൊ അവനെ ദൈവത്തിന്റെ രക്ഷാമാർഗത്തിന്റെ ഒരു സോഴ്സ് ആക്കി ദൃഷ്ടാന്തമാക്കി ദൈവം വെച്ചു. ഇവിടെ പറയപ്പെടുന്ന ഒന്നും രക്ഷയുടെ തെരഞ്ഞെടുപ്പല്ല, എല്ലാം രക്ഷയിലേക്കുള്ള മാർഗത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ദൃഷ്ടാന്തങ്ങളായ സംഭവങ്ങളും വ്യക്തികളുമാണ്. ദൃഷ്ടാന്തത്തെ ഇവരെന്ത് ചെയ്തു? രക്ഷയായി മാറ്റി. അതാണ് റോമർ 9-10. അത് ഏറ്റവും ഞാൻ എൻ്റെ ആ പുസ്തകം ഞാൻ ഒരു 80-ലധികം പുസ്തകങ്ങൾ ഞാൻ റോമാലേഖനത്തെ സംബന്ധിച്ച് എൻ്റെ ലൈബ്രറി തന്നെ ഉള്ളത് വായിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളുടെ എല്ലാം സ്വാംശീകരണം എടുത്തതിന് ശേഷം
അത്രയും മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇവരെഴുതിക്കുന്ന ഈ പുസ്തകം. ചെറിയ ബുക്കാണെങ്കിലും വളരെ നല്ല ബുക്കാണ്. അത് അതിൻ്റെ സം ടോട്ടൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 9 and 10. അപ്പോൾ അത് അവരെഴുതിയേക്കുന്ന ആ ആശയം അങ്ങനെ അങ്ങ് വായിക്കേണ്ടി റോമാലേഖനം 9-10 എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഒരിക്കലും അത് രക്ഷയുടെ തെരഞ്ഞെടുപ്പല്ല. മനസ്സിലായോ? രക്ഷയുടെ തെരഞ്ഞെടുപ്പ് ദൈവം ഒരിക്കലും രക്ഷയുടെ തെരഞ്ഞെടുപ്പായിട്ട് മനുഷ്യൻ എടുത്തിട്ടില്ല. ദൃഷ്ടാന്ത പുരുഷന്മാരായ ദൃഷ്ടാന്ത സംഭവങ്ങളെയും ഫറവോനൊക്കെ അങ്ങനെ വരുന്നത്. അപ്പോൾ ഫറവോൻ സ്വർഗത്തിൽ കാണുമോ? ഇപ്പം ദൈവം രക്ഷിക്കുകയാണെങ്കിൽ കാണുമോ? കാണത്തില്ല. കാര്യം ആ ഫറവോൻ ഇസ്രായേൽ മക്കളുടെ പുറകെ ഇറങ്ങി പുറപ്പെട്ട് കൊല്ലാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതല്ല ദൈവം ചരിത്രത്തിൽ ചില ദൃഷ്ടാന്തം എടുത്തിരിക്കുക. അപ്പോൾ ദൈവം ഇസ്രായേലിനെ തന്നെ തിരഞ്ഞെടുത്തേണ്ട ഉദ്ദേശമല്ല. ഇസ്രായേലിന്റെ ദൈവമാണ് ദൈവം എന്ന് ലോകത്തെ ജാതികളെ അറിയിച്ചത്. ജാതികൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വത്തേക്ക് വരണം. അതെ, ദൈവം ചരിത്രത്തിലെല്ലാ കാലത്തും ആ രീതിയിൽ അതുകൊണ്ട് അത് രക്ഷയല്ല. അത് ഈ ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക് ഇസ്രായേൽ മുഖാന്തരമായി എന്ത് ചെയ്യണം? ജാതികൾ വരണം. അതിനാണ് ദൈവം ഇസ്രായേലിനെ എഴുതേപ്പിച്ചത്. പക്ഷെ ഇസ്രായേൽ എന്ത് ചെയ്തു? അത് അവരുടെ മാത്രം കുത്തകയാണെന്നുള്ള നിലയിൽ ജാതികളെ പുറത്തു നിർത്തി. ഇവരകത്ത് നിന്നു അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. അപ്പൊ ദൈവം കൊടുത്തിരുന്ന അവരെ കുറിച്ചുള്ള ലക്ഷ്യത്തിൽ നിന്ന് ഇവർ വ്യതിചലിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ദൈവം ചരിത്രത്തിന്റെ വിധത്തിലുള്ള ഒരു ദൃഷ്ടാന്തങ്ങളും രക്ഷയല്ല, അതിന്റെ രക്ഷയിലേക്ക് വെള്ളിക്ക് കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങളാണ്. മനസ്സിലായോ? ഇപ്പോൾ റോമാലേഖനം 9-10 ആ നിലയിൽ മനസ്സിലാക്കി കഴിയും. പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു ഒറ്റ പോയിന്റേ ഉള്ളൂ: പെർസിവറൻസ് ഓഫ് സെയിൻസ്. അതായത് ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷിക്കുന്ന കൃപ, അതായത് രക്ഷയിലേക്ക് നയിക്കുന്ന കൃപ അവനെ അന്ത്യത്തോളം എന്ത് ചെയ്യും? പോറ്റി പുലർത്തും. അതായത് ഈ രക്ഷിക്കപ്പെട്ടൊരു വിശ്വാസി തന്നെ തന്നെ വിശുദ്ധിയിൽ തികച്ചുകൊണ്ട് അന്ത്യത്തോളം സൂക്ഷിക്കപ്പെടും. ആ സൂക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിനകത്തും ദൈവത്തിന്റെ കാര്യങ്ങളുമുണ്ട്. അതായത് നമ്മളെ തന്നെ സൂക്ഷിക്കുകയല്ല, ദൈവം നമ്മെ സൂക്ഷിക്കുക. കാര്യം ഈ യൂദാലേഖനം 24 വാക്യത്തിൽ വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിക്കുക, തന്റെ മഹിമാസങ്ങളിൽ കളങ്കമില്ലാതെ ധ്യാനത്തോട് നിർത്തുവാൻ കഴിയുന്നു. അപ്പൊ അവിടെയും നമ്മുടെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേതറിയാവോ? കള്ള് കുടിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, കള്ള് ഷാപ്പ് അടുത്തുമുണ്ട്. അപ്പൊ കള്ള് കുടിച്ച് എന്നെ തന്നെ അശുദ്ധനാക്കുന്നത് തെറ്റാണെന്ന് ബോധപോലെ കള്ള് ഷാപ്പിനടുത്ത് ഞാൻ അകന്ന് മാറി ജീവിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഐ പേഴ്സീവർ ഇൻ മൈ സാൽവേഷൻ. രക്ഷ നഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. രക്ഷ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം അറിയോ? അതല്ല, അവിടെയാണ് നമ്മൾ വാസ്തുവിലെ പെന്തക്കോസ്റ്റ് ചർച്ചസും ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ചർച്ചസും അത് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. കാരണം എന്നാ ചോദിച്ചാല് ഈ രക്ഷ എന്ന് പറയുന്നത് എന്താണെന്ന് ആത്യന്തികം അത് ഞാനും കൊടുത്തോട്ടൊക്കെ ശക്തമായി ബാധിച്ചത്. രക്ഷ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഒരു ധാരണ പെശക് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസമുണ്ട്. ഞാൻ ഇടപെടുന്ന ആളുകളിൽ ഒരു 50% എബവ് വിശ്വാസികൾ, പാസ്റ്റർമാര് രക്ഷയുടെ ഭദ്രത വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ 50 എബവ് വാസ്തവത്തിൽ അത് വിശ്വസിക്കുന്നില്ല. ഞാൻ അവരെ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്ഷയെക്കുറിച്ചുള്ള ഭദ്രതയല്ല അവരുടെ പ്രശ്നം. രക്ഷ എന്ന് പറയുന്ന വിഷയത്തിന്റെ ഭദ്രത എന്താണെന്ന് മനസ്സിലാക്കിക്കുന്നതിലെ പ്രശ്നമാണ് അവരുടെ പ്രശ്നം. ഈ രക്ഷയിൽ സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ്. 2 അല്ല 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, രക്ഷയിൽ 2 ജന്മം നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഇതുവരെ ഞങ്ങളുടെ പോലും ആൾക്കാർ പറഞ്ഞില്ല. രക്ഷയിൽ 2 ജനനം. എന്താ ഒരു ജനനം? പൗലോസ് പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ കുഞ്ഞുങ്ങളെ. അപ്പൊ ക്രിസ്തു നമ്മിൽ ഉരുവാകുന്ന പ്രക്രിയയാണ് വീണ്ടും ജനനം. യേശു ക്രിസ്തു നമ്മിൽ രക്ഷിതാവായി ജനിക്കുക. 2, അപ്പോൾ തന്നെ ക്രിസ്തുവിൽ നാം ഒരു പുതു സൃഷ്ടിയാകുക. 2 Corinthians 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ നാം ഒരു പുതു സൃഷ്ടിയാകുന്നു, ക്രിസ്തു നമ്മിൽ രക്ഷിതാവായി ജനിക്കുന്നു. ഇങ്ങനെ 2 ജനനങ്ങൾ ഒരു സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നടക്കുകയാണ്. അപ്പൊ ആ ജന്മം എന്ന് പറയുന്നത് യോഹന്നാന്റെ ലേഖനത്തിലെ ഒരു ഒറ്റ വാക്യം കൊണ്ട് രക്ഷാഭദ്രതയ്ക്കുള്ള എല്ലാ ഉപദേശങ്ങളെയും കണ്ടിരിക്കുക. കാരണം വെച്ചാൽ അവർ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. പിന്നെ ഒരു റിവേഴ്സ് ഓർഡർ വന്നിട്ടില്ല. പിന്നെ ഞാൻ നമ്മുടെ ഇടയിലെ അവർ പാപം ചെയ്താലോ പറയാം ഞാൻ പെന്തക്കോസ്തുകാരുടെ ഇടയിലെ TG ഉമ്മച്ചാൻ ഉൾപ്പെടെയുള്ള ഇങ്ങോട്ടുള്ള പ്രാപ്തന്മാരായ ആളുകൾ, പാസ്റ്റർ PM ഫിലിപ്പ്, TG ഉമ്മച്ചന്, ഇങ്ങനെയുള്ള ഇരുത്തം വന്ന പ്രഭാഷകരായ ആളുകളോടും മറ്റു പല പാസ്റ്റർമാരായ ദേവദാസും സംസാരിച്ചു. അപ്പൊ ഞാൻ ഇവരോട് എവിഡൻസ് നിരത്തുമ്പോൾ അവർ പറഞ്ഞത്, ദേവദാസൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, എന്നാൽ ഈ വിശ്വാസികൾക്ക് ഒരു അല്പം ഭയഭക്തിയുടെ ഒരു ജീവിതവും ഒരു ജീവിത വിശുദ്ധിയുടെ മെയിൻ്റനൻസും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആ നിലയിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം 6 അധ്യായം 10 അധ്യായം വായിക്കുമ്പോൾ അവിടെ ശക്തമായൊരു വിയോജിപ്പുണ്ട്. നമ്മുടെ വിഷയം അതല്ല. എബ്രായ ലേഖനം 6 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും എബ്രായ ലേഖനം 10 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും രക്ഷയെ സംബന്ധിച്ച രക്ഷിക്കപ്പെട്ട കാര്യമല്ല. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. രക്ഷിക്കപ്പെട്ട കാര്യമല്ല. എന്നാൽ സിജോ ജോസഫ് എന്ന് പറയുന്ന സഹോദരന്
രക്ഷിക്കപ്പെട്ടപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ക്രിസ്തുവിന്റെ നീതി നമ്മെ ഇമ്പ്യൂട്ട് ചെയ്യുകയാണ്. ആ ഇമ്പ്യൂട്ടേഷൻ കാര്യം പറയുന്നത് ശരിയാണ്. അതായത് ഇമ്പ്യൂട്ടേഷൻ ഓഫ് റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ് അത് നമ്മുടെ മേൽ ചുമത്തി. അപ്പം നമ്മൾ നീതിമാന്മാരായതുകൊണ്ടല്ല ദൈവം നമ്മെ അംഗീകരിച്ചത്. നമ്മുടെ പാപപ്രകൃതിയുടെ മേൽ ക്രിസ്തുവിന്റെ നീതി ചുമത്തി കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ നീതിയിലാണ് ദൈവം നമ്മെ കാണുന്നത്. ഇതിൽ വേറൊരു അപകടമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലെങ്കിലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഭദ്രത എന്ന് പറയുന്ന ഉപദേശത്തിന്റെ ഒരു അപകടം, അതില് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഒരിക്കലുമില്ല. അതിന്റെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഞാൻ. അങ്ങനല്ല, ഞാൻ പറയാം. ഞാൻ എൻ്റെ 9ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ എൻ്റെ മനുഷ്യായുസിൽ ബീഡി വലിക്കുക, കള്ളു കുടിക്കുക, ചാരായം കുടിക്കുക, പിന്നെ അനാശാസ്യ പ്രവർത്തനം ഏർപ്പെടുക, അസന്മാർഗികമായ നടപടിക്രമങ്ങൾ പോവുക, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാനൊരു താല്പര്യം എൻ്റെ മനസ്സിലില്ല. അപ്പം ഞാൻ ചോദിക്കും, ഞാൻ ചന്ദ്രനെ ജീവിക്കുന്ന ആളോ? അല്ല, ഭൂമി ശരീരത്തിൽ ജീവിക്കുന്ന ആളാണ്. നമ്മൾ ഈ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അല്ല, അതിലൊരു ചോദ്യമുണ്ട്. എന്താ? ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടും. ഏതെല്ലാം പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ പറ. അതിന് ഉത്തരം പറഞ്ഞ കാര്യം ഒരു 50 ചോദ്യം ഞാൻ ചോദിച്ചു. ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ ഒരു രക്ഷ നഷ്ടപ്പെടാം, ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ രക്ഷ നഷ്ടപ്പെടാൻ പാടില്ല, ഇതൊരു ലിസ്റ്റ് തരാൻ ചോദിച്ചപ്പോൾ നാളെ ഇവർ തന്നിട്ടില്ല. ആദ്യം എന്നോട് ഏറ്റുമുട്ടിയ ഡോക്ടർ ഏതെങ്കിലും സാധനം, പിന്നെ ഡോക്ടർ അജു തോമസ്, ഇങ്ങനെ നിരവധി ആളുകൾ. അപ്പൊ സജീവണിയായിട്ടുണ്ട് പറഞ്ഞു, നമുക്ക് രക്ഷ നഷ്ടപ്പെടുകയില്ല, പക്ഷെ ഒരുത്തനെ നഷ്ടപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ രക്ഷ ദൈവത്തിന്റെ കയ്യിലാണ്. അത് തന്നെയാണ് ഞാൻ പറയാം. രക്ഷ നഷ്ടപ്പെടുത്താൻ പറയാം. നമ്മുടെ രക്ഷ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഭദ്രമായിരുന്നത്. ഹൗ ക്യാൻ ബി ലൂസ്? നമുക്ക് എങ്ങനെ നഷ്ടപ്പെടുത്താൻ കഴിയും? പറയാം. ഒരു ബ്ലാസ്ഫമി ഇല്ല. കാരണം യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞോ, ഒരാള് രക്ഷിക്കപ്പെട്ടാൽ ഈ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും തന്നെ രക്ഷിച്ച ദൈവം വിട്ടു പോകാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, നമുക്കത് വലിയൊരു തിയോളജിക്കൽ ചർച്ച ചെയ്യാം. അവിടെ വിയോജിപ്പ് അവിടെ നിൽക്കട്ടെ. അപ്പൊ തന്നെ ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞു ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മെ നിത്യജീവനായാണ് വീണിരിക്കുന്നത്. അത് നമുക്ക് തന്നിരിക്കുന്ന ജീവന്റെ പേരാണ് നിത്യജീവൻ, അതായത് ഇറ്റേണൽ ലൈഫ്. ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കാനോട്ട് ബി ബ്രോക്കൺ. ഒരിക്കലും പിന്നെ അത് ബ്രോക്കൺ ചെയ്യാൻ കഴിയാത്തതാണ്. നിത്യജീവനാണ്. അത് വേറൊരു സബ്ജക്റ്റാണ്. തത്വശാസ്ത്രം പിന്നെ ചർച്ച ചെയ്യാം. അത് വേറൊരു ഭാഗമാണ്. ഈ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് അതിലൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ് അതിലൊരു മറുവാദം വരുന്നത്. അപ്പൊ ആ നിലയിൽ അതിനെ ചർച്ച ചെയ്യണം. അത് വേറൊരു വിഷയമാണ്. അതുപോലെ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പൊ ഇത് പറഞ്ഞു വരുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, കാൽവിൻ മുന്നോട്ട് വെക്കുന്ന ഈ ദൈവശാസ്ത്രം, ഇപ്പൊ ലിമിറ്റഡ് അറ്റോൺമെന്റ് ആണെങ്കിലും, അതുപോലെ തന്നെ ടോട്ടൽ ഡിപ്രൈവിറ്റി ആണെങ്കിലും, അതുപോലെ തന്നെ ഇറസിസ്റ്റിബിൾ ഗ്രേസ് ആണെങ്കിലും, ഇത് ആത്യന്തികമായിട്ട് തടസ്സമാകുന്നത് സുവിശേഷീകരണത്തെയാണ്. അവിടെ നമ്മളെല്ലാവരും യോജിക്കുന്നു. ആ അർത്ഥത്തിൽ കാൽവിനിസത്തെ മുഴുവനായിട്ട് നമ്മൾ അപഗ്രഥിച്ചെടുക്കുമ്പോൾ അതൊരു ദുരുപദേശം എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. നിശ്ചയമായിട്ട് ദുരുപദേശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. അൾട്രാ കാൽവിനിസം ഈസ് ആൻ അട്ടർ ഹെറസി. മനസ്സിലായോ? അട്ടർ ഹെറസി ദാറ്റ് നോ ക്രിസ്ത്യൻ ബിലീവർ ക്യാൻ എംബ്രേസ് ഇറ്റ്. ഒരു ക്രിസ്തീയ വിശ്വാസിക്കും കാൽവിനിസം വിശ്വസിക്കാനോ അംഗീകരിക്കാനോ സാധിക്കത്തില്ല. കാരണം കാൽവിനല്ല നമ്മുടെ ടീച്ചിങ്ങിന്റെ അടിസ്ഥാനം ദൈവവചനമാണ്. ദൈവവചനം 1-ാം നൂറ്റാണ്ട് മുതൽ എഴുതപ്പെട്ടിരുന്ന ദൈവവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവിടെ പിന്നെ ഇവിടെ കാൽവിന്റെ പ്രശ്നം വരുന്നത് അങ്ങനെ പ്രശ്നം വരുന്നില്ല. അവസാനമായിട്ട് നമ്മൾ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ, ബ്രദറൻ തിയോളജിയിൽ ഈ കാൽവിനിസത്തിന്റെ സ്വാധീനമില്ല, അത് വേറെ ദൈവശാസ്ത്രമാണ് അത് എന്ന് സാർ പറഞ്ഞു വെക്കുമ്പോൾ, ബ്രദറൻ സഭയ്ക്കും അതിൽ ബന്ധമില്ലെന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ബ്രദറൻകാരിൽ കാൽവിനിസ്റ്റിക് വ്യൂ പോയിന്റ് ഉള്ളവരും അതുപോലെ തന്നെ കാൽവിനിസത്തോട് അനുഭാവമുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അവരോട് സാറിന് പറയാനുള്ളത് എന്താണ്? ബ്രദറൻ സഭയുടെ, ബ്രദറൻ തിയോളജിയുടെ ഒരു മിനിറ്റ്, കേരളത്തിലെ ഒരു ആധികാരിക ശബ്ദങ്ങൾ ഒന്ന് എന്ന നിലയിലാണ് സാറിന് ഞങ്ങൾ പരിഗണിക്കുന്നത്. ആ നിലയിൽ സാറിന് എന്ത് പറയാനുണ്ട്? എനിക്ക് 2 ഉത്തരവാദിന് പറയാനുള്ളത്. ഒന്ന്, ഇപ്പൊ തന്നെ ഭാഷാപരത്തെ കുറിച്ചും പ്രവചനത്തെ കുറിച്ചും പറയുമ്പോൾ തന്നെ പെന്തക്കോസ്ത് സഭ മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരു വിഷയമാണത്. അപ്പൊ തന്നെ നമ്മുടെ ഇരവിൽ താമസിച്ച MK ചാക്കോ സാറ്, അതുപോലെ തന്നെ PG മാസ്റ്റർ, പിന്നെ ഇങ്ങനെയുള്ള പുതുപ്പള്ളി അച്ഛൻ, ഇവരാരും അവരോടൊക്കെ എനിക്ക് നല്ല ബന്ധമുള്ളവരാണ്. ഇവരാരും ഈ സംഗതി ഒരിക്കൽ പോലും ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ളവരല്ല. അവർ സംസാരിക്കണം സഭയിൽ നിർബന്ധിച്ചിട്ടും ഇല്ല. അപ്പൊ അവരവിടെ സൂക്ഷിക്കുന്നു. വേർപാട് സഭയുടെ ആത്യന്തികമാകുന്ന അടിസ്ഥാനപരമായ ഉപദേശത്തിൽ കാൽവിനിസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വേർപാട് സഭ കാൽവിനിസം പഠിപ്പില്ല. കാര്യം ഞങ്ങളുടെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സ്റ്റാൻഡേർഡ് സൺഡേ സ്കൂളിനകത്ത് പാഠാവലി എന്ന് പറയുന്നത് തികച്ചും ഞാൻ പറഞ്ഞ ഉപദേശ സത്യമാണ്. ഇനി അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഇതിനകത്ത് വ്യക്തിപരമായി ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
അത് വളരെ മൈന്യൂട്ടായ ഒരു ഗ്രൂപ്പായിരിക്കാം, അല്ലെങ്കിൽ മൈന്യൂട്ടായ വ്യക്തികളായിരിക്കാം. അവര് ബ്രദറൻകാരുടെ ഔദ്യോഗിക ഉപദേശത്തിന്റെ വക്താക്കളല്ല. അവർക്ക് അവരുടെ കാര്യം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഒരു 25 ഫേക്ക് ഐ ഡി കാണും എനിക്കെതിരായിട്ട് വരുന്നത്. ഇപ്പം ഇത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം തന്നെ മുമ്പേ വന്നു, രണ്ടെണ്ണം വന്നു, ഞാൻ നോക്കി 25 ഫേക്ക് ഐ ഡി വരും. ഈ ഫേക്ക് ഐ ഡി വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്ത് താഴ്പഴ കളയാൻ വരുമ്പോൾ എന്നെ ഇതുള്ള ഈ വ്യക്തിപരമായി ഇത് ചെയ്യും, വ്യക്തിപരമായി ഇത് പറഞ്ഞ് ഇത് ചെയ്യും. അപ്പം എളുപ്പമാകും. എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ കർത്താവിൻ്റെ ദാസനും സുവിശേഷമാണ്. എനിക്ക് കാൽവിനിസം വിശ്വസിക്കുന്ന ആളോട് പറയാനുള്ള സന്ദേശം ഇതാണ്. കാൽവിനിസം ഇൻ ഇറ്റ്സ് എസെൻഷ്യാലിറ്റി ഈസ് എ ഡീപ്പർ ഹെറിസി. അതായത് കാൽവിനിസം എന്ന് പറയുന്നത് അനിവാര്യമായും ഒരു വലിയ കൊടിയ ദുരുപദേശമാണ്. അത് ക്രൈസ്തവ സഭ, പെന്തക്കോസ്ത് ആയാലും ബ്രദറായാലും പ്രൊട്ടസ്റ്റന്റിസം തൊട്ടത് ഏത് സ്വഭാവമായാലും അത് വിശ്വസിക്കാൻ പാടില്ല, അത് അംഗീകരിക്കാൻ പാടില്ല. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നിലപാട് ലോകത്തെ സ്നേഹിച്ചു. ഇതിൻ്റെ ഒരു ചിത്രമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 3 നിക്കോദിമോസുമായി യേശു സംസാരിക്കുമ്പോൾ ഈ താമ്രസർപ്പത്തിന്റെ കാര്യം പറയാൻ കാര്യമുണ്ട്. കാരണം നിക്കോദിമോസ് യഹൂദന്മാരുടെ കൂടുതൽ പരീശന്മാരുടെ പ്രമാണിയാണ്. അവൻ വേദപുസ്തകം മുഴുവൻ, ന്യായപ്രമാണം മുഴുവൻ വിശ്വസിക്കുന്നവനും അത് ഫോളോ ചെയ്യുന്നതുമാണ്. അപ്പൊ അവനോട് ക്രിസ്തു മൂലമുള്ള രക്ഷ എന്താണെന്ന് പറയുന്നതിന് ഈ പറയാൻ കൊള്ളാവുന്ന ഏറ്റവും ബെസ്റ്റ് ഉത്തരവാദിത്തമാണ് ഈ ബ്രേസൽ സർപ്പന്റ്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രന്റെ ഉയർത്തുണ്ടാകുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതല്ലേ. അപ്പൊ നോക്കണം എന്ന് പറയുമ്പോൾ ഈ മോശ ഈ പിച്ചള സർപ്പത്തെ ഉയർത്തിയ ശേഷം ദൈവം പറഞ്ഞെന്താ, ഇനിയും ആരെങ്കിലും ഈ യജ്ഞസർപ്പം കടിച്ചിട്ട് ഈ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവൻ എന്ത് ചെയ്യും? രക്ഷപ്രാപിക്കും. അപ്പൊ അവൻ രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണം? അതായത് അവൻ നോക്കണം. അവന് വേണ്ടി ഒരു കൂട്ടം നോക്കിയൊക്കെയല്ല, ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ടു ലുക്ക് ഫോർ ദ ബ്രേസൽ സർപ്പന്റ്. അപ്പൊ അതാണ് കണ്ടീഷൻ. യോഹന്നാൻ 3:16 വരുമ്പം അവിടെ കണ്ടീഷൻ വരുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ. ഇതേ കണ്ടീഷൻ. അപ്പൊ ഇതല്ലാതെ ബ്രദറൻ സഭ കാൽവിനിസം എന്ന് പറയുന്ന ഒരു ടീച്ചിങ് പഠിപ്പിക്കുന്നില്ല. എന്നാൽ ബ്രദറൻ സഭയിൽ ഒരു പക്ഷെങ്കിൽ കാൽവിനിസ്റ്റിക് വ്യൂ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. എനിക്ക് വളരെ ചുരുക്കം ചില ആളുകളെ മാത്രമേ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ക്ലബ് ഹൗസിൽ ഞാൻ കയറാത്തുള്ളൂ. എനിക്ക് അവരുടെ ലാർജ് സ്കെയിൽ അറിയാനും വയ്യ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവരാരും ഈ കാൽവിനിസം ഞങ്ങളുടെ ചർച്ചസിൽ ഓപ്പണായിട്ട് പഠിപ്പിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്തില്ല. അങ്ങനെ ചെയ്താൽ ഈ ബ്രദറൻ സഭയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അത് പെന്തക്കോസ്ത് സഭകൾ പോലെയല്ല. ഇപ്പം പെന്തക്കോസ്ത് സഭകളിലെ എന്തെല്ലാം ഉപദേശ വിഷയങ്ങൾ കൊണ്ടുവന്ന് സ്റ്റേജിൽ വെച്ചാലും അതിൻ്റെ എല്ലാ ഫോളോവേഴ്സ് കുറേ പേരുണ്ട്. മനസ്സിലായോ? അപ്പം ഓരോരുത്തരും അവരുടെ വിഷയം കൊണ്ടുക, അത് കൊണ്ടുവന്നാൽ ഇതിനെല്ലാം ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്തൊരു വലിയ വിഭാഗമുണ്ട്, ഫോളോവേഴ്സും ഉണ്ട്. ബ്രദറൻ ചർച്ചസിനകത്ത് ബ്രദറൻ ചർച്ചസ് ഇന്ന് വരെ ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസ നിലപാടുകൾക്ക് വിരോധമായി, അത് ഞാനാകട്ടെ വേറൊരാളാകട്ടെ, ഒരു ടീച്ചിങ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സമൂഹത്തിൽ അതേ ഒറ്റപ്പെടും. എന്ന് മാത്രമല്ല അവിടെ യാതൊരു അക്സെപ്റ്റൻസും പൊതു ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരിക്കില്ല. ഇനി വേണേ അപ്പം സിജോ ചോദിക്കും, ഇത് ഞാൻ പഠിപ്പിക്കാതിരുന്നിട്ടും എനിക്ക് എന്താ അക്സെപ്റ്റൻസ് കിട്ടാത്തത്? അതൊക്കെ പിന്നെ അതിനകത്തൊക്കെ ഒരുപാട് ഭാഗമുണ്ട്. കാര്യം ഇതൊക്കെ ചിലരിലാക്കും. വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഓപ്പണായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഇൻഡിവിജ്വൽ നോബിലിറ്റി ഉണ്ട്. അതായത് എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നോബിലിറ്റി ഉണ്ട്. ഞാനത് പിന്നെ കൈമോശം വരാൻ ആഗ്രഹിക്കാത്തൊരു ഫിഗർ ആയത് അന്നോട് ചിന്തിച്ചു. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പക്ഷേ ഞാൻ തഴയപ്പെട്ടിട്ടുണ്ടാവാം. എന്നാലും എനിക്ക് എൻ്റെതായ സൂക്ഷിച്ചുണ്ട്. കാര്യം ഞാൻ ഇപ്പോൾ തന്നെ 2009 മുതൽ ഇതപര്യന്തം ഞാൻ ചെയ്ത വീഡിയോ ഏകദേശം 2000. അപ്പോൾ ഈ 2000 വീഡിയോ എന്ന് പറഞ്ഞാൽ 2000 സബ്ജക്റ്റാണ്. അത് ഒരുമാതിരിപ്പെട്ട വേദപുസ്തകത്തിലെ എല്ലാ ഡോക്ടർ സബ്ജക്റ്റിലും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പം ഈ പൊതുവേദികൾ കൈകാര്യം ചെയ്യുന്ന അനേക ആളുകൾക്ക് അവരവരുടെ ശുശ്രൂഷ ചെയ്യട്ടെ, നമുക്കത് സന്തോഷമുള്ളൂ. ദൈവം അവർക്ക് അവസരം കൊടുക്കട്ടെ, അവരത് ചെയ്യട്ടെ. എനിക്ക് അവരോട് ആരോടും പ്രയാസങ്ങളോ വ്യക്തിഗത ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഇനി എനിക്ക് തരാത്തതുകൊണ്ട് ഞാൻ അവരെ വിമർശിക്കുന്നുമില്ല. അവരുടെ ശുശ്രൂഷ ചെയ്യട്ടെ. എന്നാൽ അവർക്ക് നിന്ന് വ്യത്യസ്തമായ വേറൊരു തലത്തിൽ എനിക്ക് വ്യത്യസ്തമായൊരു ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് വിശാലമായൊരു വേദി ഈ സോഷ്യൽ നെറ്റ്വർക്ക് ഫോറത്തിൽ ദൈവം തന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കേൾവിക്കാരെ ലിറ്ററൽ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അത് സുജോയ്ക്ക് അറിയാമല്ലോ. ലിറ്ററൽ പ്ലാറ്റ്ഫോമിൽ ഇപ്പം നമ്മുടെ ഇവിടെ ഒരു മീറ്റിംഗിൽ വന്നാൽ മാക്സിമം 500 അല്ലെ 1000, അല്ലെ ഞങ്ങളുടെ ജനറൽ വന്നാൽ 2000 അല്ലെ 3000 പേര്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വീഡിയോ തന്നെ 8000, 10000, 15000, 20000, 25000, 1 ലക്ഷം ഒക്കെ പോയിട്ടുള്ളതുണ്ട്. ഫേസ്ബുക്കിൽ, യൂട്യൂബ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. അവിടെ അക്കൗണ്ട് ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വ്യൂവേഴ്സ് വളരെ കുറവാണ്. അതിനെല്ല പരസ്യം ഞാൻ കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് വേർപെട്ട സഭാവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം,
ബ്രദറൻ സഭയുടെ ഔദ്യോഗികമായ ടീച്ചിങ് അല്ല എന്ത് കാൽവിനിസം. എന്നാൽ അത് വിശ്വസിക്കുകയോ അതിനെക്കുറിച്ച് തർക്കിക്കുകയോ എന്ന കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോൾ 5 കാണാം, അല്ലെങ്കിൽ 10 കാണാം, ചില 50 കാണാം, അല്ലെങ്കിൽ 100 കാണാം. അതുപോലെ തന്നെ ഇവിടെ മഹാപീഡന വിഷയം, മഹോദര വിഷയത്തെക്കുറിച്ച് സഭ മഹാപീഡനം കടന്നു പോകുന്ന വിശ്വസിക്കുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ട്. ബ്രദറൻ സഭ പഠിപ്പിക്കുന്നത് സഭ മഹാപീഡനം കൂടി കടന്നു പോകുകയില്ല എന്നാണ്. പക്ഷെ അതിനകത്ത് പോകുന്ന വിശ്വസിക്കുന്ന ചുരുക്കം പേരുണ്ട്. ആ ചുരുക്കം പേരല്ല ബ്രദറൻ സഭയുടെ ഡോക്ടറിന്റെ ഫ്രെയിം എന്ന് പറയുന്നത്. ജനറലി വാട്ട് ബി അക്സെപ്റ്റ്, ജനറലി ഞങ്ങൾ അംഗീകരിക്കുന്നത് അതല്ല. ഞങ്ങൾ അംഗീകരിക്കുന്നത് ഗോഡ്സ് സോവറിറ്റി ആൻഡ് മാൻസ് റെസ്പോൺസിബിലിറ്റി ഗോസ് പാരലൽ ഇൻ ദി സാൽവേഷൻ. അതായത് മനുഷ്യന്റെ രക്ഷാശാസ്ത്രത്തിൽ ദൈവത്തിന്റെ സർവാധികാരികതയും മനുഷ്യന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് ഒരുപോലെ പോകുന്നു. അതായത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യ പ്രകാരം നമ്മൾ കർത്താവായ യേശുവിനെ വിശ്വസിച്ചാൽ മാത്രമേ ഒരു ഭാവി രക്ഷിക്കപ്പെടൂ എന്നുള്ള ഉപദേശമാണ് വേർപാട് സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അത് പറയുന്നതിന് എനിക്ക് വളരെ ധൈര്യമുണ്ട്. താങ്ക് യു ഇ.എസ്. തോമസ് സാർ, ഇത്രയും സമയം ഞങ്ങളോട് കൂടെ ചെലവഴിച്ചതിന് നന്ദി. ഇ.എസ്. തോമസ് സാറ് കർത്താവിൻ്റെ വേലയിൽ വളരെ കാര്യമായിട്ട് അധ്വാനിക്കുന്ന പ്രയോജനപ്പെടുന്നയാളാണ്. ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾ കൂടിയാണ്. കർത്തൃവേലയിൽ ഇനിയും ശോഭിക്കുവാനും മുന്നോട്ട് പോകുവാനും ആളുകളെ രക്ഷയിലേക്ക് നടത്തുവാനും കർത്താവ് സഹായിക്കട്ടെ. ക്രോസ് മീഡിയ ടോക്കിൽ ഇങ്ങനെ ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.